ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോ വിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹരി ഓം. ഇന്നലെയും ഇന്നൊക്കെയായിട്ട് ഒരു സെൽവഗണപതി ഭഗവാന്റെ ക്ഷേത്രം പുതുക്കിപ്പണിതുള്ള കുംഭാഭിഷേക ചടങ്ങുകളിലായിരുന്നു. എല്ലാവരും കണ്ടു കാണും ലൈവ്. വളരെ ആഹ്ലാദം, സന്തോഷം. കാരണം കാലങ്ങളായി ജീർണിച്ച് കിടന്നിരുന്ന ഒരു ക്ഷേത്രത്തെ ഇപ്പോൾ ഈ രൂപത്തിലാക്കി കൊണ്ടുവന്നത് വളരെ ക്ലേശിച്ചാണ്. അതിൻ്റെ ഒരു പൂർത്തീകരണം. ഇനിയും കുറച്ച് പണികളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. എങ്കിലും ഭഗവാന് എന്താ പറയുക, ഇരിക്കാൻ പാകത്തിന് നല്ലൊരു സ്ഥാനമായി. അവിടെയുള്ള ഭക്തജനങ്ങൾക്കുമെല്ലാം നിത്യേന ചെന്ന് തൊഴാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവിടെ ഇനിയും സത്സംഗങ്ങളൊക്കെ നടക്കട്ടെ. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഹാളുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഞാനും അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്താം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാട് ടൗണിൽ നിന്ന് ചുണ്ണാമ്പുത്തറ എന്ന് പറയുന്ന വിക്ടോറിയ കോളേജ് കഴിഞ്ഞ് ചുണ്ണാമ്പുത്തറ കഴിഞ്ഞ് ജൈനിമേട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് കൽപ്പാത്തിപ്പുഴയ്ക്ക് മുമ്പായിട്ട് വലതുവശത്ത് റെയിൽവേ ക്രോസ് ചെയ്ത് വേണം പോകാൻ. അവിടെ ഒരു വഴിയിൽ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. അതാണൊരു ബുദ്ധിമുട്ട്. അതിന് ഭാവിയിൽ അണ്ടർ പാസ്, റെയിൽവേയുടെ ലൈനിൻ്റെ അടിയിൽ കൂടെയുള്ള പാസ് നിർമ്മിക്കാനുള്ള പ്രയത്നങ്ങൾ നടന്നു വരുന്നുണ്ട്. അതായി കഴിഞ്ഞാൽ വളരെ സന്തോഷം. വാഹനങ്ങളൊക്കെ പോകും. അപ്പോൾ ആ വഴിക്ക് പരിചയമുള്ളവരെല്ലാം ചെല്ലാവുന്നതാണ്. അവിടെ ചെന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഹരി ഓം. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. നാരായണ. ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 24-ാം അധ്യായം അഥവാ അവസാനത്തെ അധ്യായം മത്സ്യാവതാര ചരിതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 40 ശ്ലോകങ്ങൾ കണ്ടു. ഇനി ബാക്കി 21 ശ്ലോകങ്ങളുണ്ട്. നമുക്ക് 32-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ ചതുർവിംശതിതമോऽധ്യായഃ. 32-ാം ശ്ലോകം. ശ്രീഭഗവാനുവാച. സപ്തമേ അദ്യതനാദൂർധ്വം അഹനി ഏതദരിന്ദമ നിമംശത്യപ്യയാംബോധൗ ത്രൈലോക്യം ഭൂർഭുവാദികം ത്രൈലോക്യാം ലീയമാനായാം സംവർത്താംബസി വൈ തദാ
ഉപസ്ഥാസ്യതി നൗഃ കാചിദ വിശാലാ ത്വാം മയേരിതാ ത്വം താവദോഷധീ സർവാഃ ബീജാന്യുച്ചാവചാനി ച സപ്തർഷിഭിഃ പരിവൃതഃ സർവസത്വോ ബഭൃംഹിതഃ ആരുഹ്യ ബൃഹതീം നാവം വിചരിഷ്യസ്യ വിക്ലവഃ ഏകാർണവേ നിരാലോകേ ഋഷീണാമേവ വർച്ചസാ ദോധൂയമാനാം താം നാവം സമീരേണ ബലീയസാ ഉപസ്ഥിതസ്യ മേ ശൃംഗേ നിബധ്നീഹി മഹാഹിന അഹം ത്വാം ഋഷിഭിഃ സാകം സഹ നാവം ഉദന്മതി വികർഷൻ വിചരിഷ്യാമി യാവത് ബ്രാഹ്മീ നിശാ പ്രഭോ മദീയം മഹിമാനം ച പരം ബ്രഹ്മേതി ശബ്ദിതം വേൽസ്യസി അനുഗൃഹീതം സംപ്രശ്നൈർവിവൃതം ഹൃദി ഇത്തമാദിശ്യ രാജാനം ഹരിരന്തരധീയത സോന്വവൈക്ഷതം കാലം യം ഹൃഷീകേശ ആദിശത് ആസ്തീര്യ ദർഭാൻ പ്രാക്കൂലാൻ രാജർഷിഃ പ്രാഗുദങ്മുഖഃ നിശസാദ ഹരേഃ പാദൗ ചിന്തയൻ മത്സ്യരൂപിണഃ തതഃ സമുദ്ര ഉദ്വേളഃ സർവതഃ പ്ലാവയൻ മഹീം വർദ്ധമാനോ മഹാമേഘൈഃ വർഷദ്ഭിः സമദൃശ്യത ധ്യായൻ ഭഗവതാദേശം ദദൃശേ നാവമാഗതാം താമാരുരോഹ വിപ്രേന്ദ്രൈഃ ആദായൗഷധി വീരുതഃ തമൂചുർമുനയഃ പ്രീതാഃ രാജൻ ധ്യായസ്വകേശവം സ വൈ നഃ സങ്കടാദസ്മാദ് അവിതാശം വിദാസ്യതി സോനുദ്യാതസ്തതോ രാജ്ഞാ പ്രാദുരാസീത് മഹാർണവേ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതലോ യോജനഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നിബധ്യനാഭം തച്ഛൃംഗേ യഥോക്തോ ഹരിണാ പുരാ വരത്രേണാഹിനാ തുഷ്ടഃ തുഷ്ടാവ മധുസൂദനം രാജോവാച അനാദ്യ വിദ്യോപഹതാത്മസംവിദഃ തന്മൂല സംസാര പരിശ്രമാതുരാഃ യദൃച്ഛയേഹോപസൃതായമാപ്നുയുഃ വിമുക്തിദോ മഹ പരമോ ഗുരുർഭവാൻ ജനോ ബുധോയം നിജ കർമ്മബന്ധനഃ സുഖേച്ഛയാ കർമ്മ സമീഹതേ അസുഖം യൽ സേവയാ താം വിദുനോത്യസന്മതിം ഗ്രന്ഥിം സഭിന്ദ്യാദ് ഹൃദയം സനോ ഗുരുഃ യൽ സേവയാഗ്നേരിവ രുദ്രരോദനം പുമാൻ വിജഹ്യാത്മലമാത്മനസ്തമഃ ഭജേത വർണ്ണം നിജമേഷ സൗമ്യയോ ഭൂയാത് സൈഷഃ പരമോ ഗുരോർഗുരുഃ നയത്പ്രസാദായുത ഭാഗലേശം അന്യേ ച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേതാ പ്രഭവന്തി പുംസഃ തമീശ്വരം ത്വാം ശരണം പ്രപദ്യേ അചക്ഷുരന്ധസ്യ യദാഗ്രണീഃ കൃതഃ തദാ ജനസ്യാവിദുഷോ ബുധോ ഗുരുഃ ത്വമർക്കദൃക് സർവദൃശാം സമീക്ഷണോ വൃതോ ഗുരുർനഃ സ്വഗതിം ബുബുൽസതാം ജനോ ജനസ്യാദിശതയ സതീം മതിം യയാ പ്രപദ്യേത ദുരത്യയം തമഃ ത്വം ത്വവ്യയം ജ്ഞാനമമോഘമഞ്ജസാ പ്രപദ്യത്തെ യേന ജനോ നിജം പദം ത്വം സർവലോകസ്യ സുഹൃത്പ്രിയേശ്വരോ ഹ്യാത്മാ ഗുരുർജ്ഞാനമഭീഷ്ടസിദ്ധിഃ തഥാപി ലോകോ ന ഭവന്തമന്ദധീഃ ജാനാതി സന്തം ഹൃദി ബദ്ധകാമഃ തം ത്വാമഹം ദേവവരം വരേണ്യം പ്രപദ്യ ഈശം പ്രതിബോധനായ ചിന്ത്യർത്ഥദീപൈർഭഗവൻ വചോഭിഃ
ഗ്രന്ഥീൻ ഹൃദയ്യാൻ വിവൃണുസ്വമോകഃ. ശ്രീശുക ഉവാച ഇത്യുക്തവന്തം നൃപതിം ഭഗവാനാദിപൂരുഷഃ മത്സ്യരൂപീ മഹാംബോധൗ വിഹരൻ തത്വമബ്രവീത്. പുരാണസംഹിതാം ദിവ്യാം സാംഖ്യയോഗക്രിയാവധീം സത്യവ്രതസ്യ രാജർഷേഃ ആത്മഗുഹ്യം അശേഷതഃ. അസ്രൗഷീത് ഋഷിഭിഃ സാകം ആത്മതത്വമസംശയം നാവ്യാസീനോ ഭഗവതാ പ്രോക്തം ബ്രഹ്മ സനാതനം. അതീത പ്രളയാപായേ ഉത്തിതായ സവേദസേ ഹത്വാസുരം ഹയഗ്രീവം വേദാൻ പ്രത്യാഹരദ്ഹരിഃ. സതു സത്യവ്രതോ രാജാ ജ്ഞാനവിജ്ഞാന സംയുതഃ വിഷ്ണോഃ പ്രസാദാത് കൽപേസ്മിൻ ആസീത് വൈവസ്വതോ മനുഃ. സത്യവ്രതസ്യ രാജർഷേഃ മായാമത്സ്യസ്യ ശാർംഗിണഃ സംവാദം മഹദാഖ്യാനം ശ്രുത്വാ മുച്യേത കിൽബിഷാദ്. അവതാരോ ഹരേര്യോയം കീർത്തയേതന്വഹം നരഃ സങ്കൽപ്പാസ്തസ്യ സിദ്ധ്യന്തി സയാതി പരമാംഗതി. പ്രളയപയസി ധാതുഃ സുപ്തശക്തൈർമുഖേഭ്യഃ ശ്രുതിഗണമപനീതം പ്രത്യുപാദത്ത ഹത്വാ. ദിദിജമകഥയദ്യോ ബ്രഹ്മ സത്യവ്രതാനാം തമഹമഖിലഹേതും ജിഹ്മമീനം നതോസ്മി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ മത്സ്യാവതാരചരിതാനുവർണ്ണനം നാമ ചതുർവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സമാപ്തോയമഷ്ടമസ്കന്ധഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം, ശുഭ സായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. അഷ്ടമസ്കന്ധത്തിലെ അവസാന അധ്യായം മത്സ്യാവതാര ചരിതം. ഭഗവാൻ പ്രളയകാലത്തും ശേഷിക്കുന്നു എന്നുള്ള തത്വം സൂചിപ്പിക്കാനാണ് ഈ കഥയെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ക്രോണോളോജിക്കൽ ഓർഡറിലാണെങ്കിൽ ആദ്യം പറയേണ്ടിയിരുന്നു. ഭഗവാന്റെ അവതാരങ്ങളിൽ ആദ്യത്തേതായിട്ട് പറയപ്പെടുന്നതാണ് മത്സ്യാവതാരം. ഈ ബ്രഹ്മാവിൻ്റെ ഇപ്പോഴത്തെ കൽപ്പത്തിൽ സംഭവിച്ചതല്ല, അതിനു മുമ്പുള്ള കൽപ്പത്തിൻ്റെ അവസാനത്ത് നൈമിത്തിക പ്രളയകാലത്ത്. അപ്പം അതിനുശേഷമാണ് ഈ എന്താ പറയുക, ശ്വേതവരാഹ കൽപ്പത്തിൽ ഓരോ മന്വന്തരങ്ങളിലും ഭഗവാന്റെ അവതാരങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കാലക്രമത്തിൽ അവതാരങ്ങളെ ആദ്യം പറയണമെങ്കിൽ തൃതീയ സ്കന്ധത്തിൽ മത്സ്യാവതാരം പറഞ്ഞിട്ട് വേണമായിരുന്നു പിന്നീട് ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ പറയാം. അപ്പം എന്തായാലും അങ്ങനെയല്ല. അപ്പം എന്തുകൊണ്ടാണ് മത്സ്യാവതാരം ഇവിടെ പറഞ്ഞത് എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിച്ചുറപ്പിച്ച കാര്യമാണ്, ഉറപ്പിക്കേണ്ട കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. മത്സ്യാവതാരം ഏത് സമയത്താണ് ഉണ്ടായത്? ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ ശേഷമാണോ? അവാന്തര പ്രളയം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ശങ്കയൊക്കെ മാറിക്കിട്ടും. ഇത് നല്ലതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലരും ഇതിനെക്കുറിച്ച് പലതും പറയുന്നത്. വേണ്ടതുപോലെ മനസ്സിരുത്തി കാര്യങ്ങൾ ചിന്തിച്ചാൽ അത് ബോധ്യം വരും. അപ്പോൾ
നൈമിത്തിക പ്രളയകാലത്താണ്, അഥവാ ബ്രഹ്മാവിൻ്റെ ഇന്നലെ രാത്രിയാണ് ഈ മത്സ്യാവതാരം സംഭവിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ഒരുപാട് തെളിവുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു തന്നു, ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതുമാത്രമല്ല, ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ഹയഗ്രീവൻ വേദദേവതകളെ അപഹരിച്ചു. അത് വീണ്ടെടുക്കാൻ കൂടിയാണ് ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. ബ്രഹ്മാവ് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ, അപ്പോഴും ബ്രഹ്മാവ് ഉറങ്ങുന്നത് എപ്പോഴാണ്? നൈമിത്തിക പ്രളയകാലത്താണ്, അല്ലാതെ പകലല്ല. ബ്രഹ്മാവിന്റെ പകലാണ് 14 മന്വന്തരങ്ങളായി തിരിച്ചിരിക്കുന്നത്. ആ പകലുറങ്ങുന്ന ആളല്ല ബ്രഹ്മാവ്. നമ്മളെപ്പോലെ പകലുറക്കം ശീലമില്ല അദ്ദേഹത്തിന്. നമ്മളൊക്കെ പകലുറങ്ങുന്നവരുണ്ടാവും, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മയക്കം. എന്നാൽ ബ്രഹ്മദേവന് അങ്ങനെയില്ല. അത് മാത്രമല്ല, ഉച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. ചാക്ഷുഷ മന്വന്തരമാണെങ്കിൽ 6ാമത്തെ മന്വന്തരേ ആയിരുന്നുള്ളൂ. 7ാമത്തെ മന്വന്തരം കഴിയുമ്പോഴേ ഉച്ച തിരിയുള്ളൂ. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ ഇന്നത്തെ ഉച്ചയായിട്ടില്ല. എല്ലാം ചിന്തിക്കേണ്ട വിഷയങ്ങളായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കഥ കണ്ടു. സത്യവ്രത രാജാവ് കൃതമാലാ നദിയിൽ തൻ്റെ സന്ധ്യാവന്ദനാദികൾ ചെയ്യുന്ന അഞ്ജലി ജലത്തിൽ ചെറിയൊരു മത്സ്യക്കുഞ്ഞായി ആദ്യം ഭഗവാൻ പ്രത്യക്ഷനായതും, ഇത് ഭഗവാനാണെന്ന് അറിയാതെ സാധാരണ ഒരു പ്രാകൃത മത്സ്യമായി കണ്ട് ധരിച്ചതും, തന്നെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടതും, തന്നെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം കമണ്ഡലു ജലത്തിൽ ആ മത്സ്യക്കുഞ്ഞിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക്, ആശ്രമത്തിലേക്ക് കൊണ്ടുപോയതും, പിന്നീട് നോക്കി നിൽക്കെ തന്നെ ആ മത്സ്യം വളർന്ന് ചെറിയ പാത്രത്തിൽ നിന്ന് വലിയ പാത്രത്തിലേക്കും, വലിയ പാത്രത്തിൽ നിന്ന് കൂപത്തിലേക്കും, കൂപത്തിൽ നിന്ന് സരോവരത്തിലേക്കും, സരോവരത്തിൽ നിന്ന് അവസാനം സാഗരത്തിലേക്കും കൊണ്ടുവരേണ്ടി വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് വകതിരിവുണ്ടായത്, അല്ലെങ്കിൽ വെളിവുണ്ടായത്. അദ്ദേഹത്തിന്റെ ട്യൂബ് ലൈറ്റ് കത്തിയത്. ഇത് സാധാരണ മത്സ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് ഭഗവാനോട് ചോദിച്ചത്. അങ്ങ് സാക്ഷാൽ ഭഗവാൻ തന്നെയല്ലേ, നാരായണൻ തന്നെയല്ലേ, എല്ലാവരെയും അനുഗ്രഹിക്കാനല്ലേ അങ്ങ് ഇങ്ങനെയുള്ള രൂപങ്ങളെല്ലാം ധരിക്കുന്നത്, അങ്ങേക്ക് എൻ്റെ നമസ്കാരം. അപ്പൊ അങ്ങയുടെ ഇതുപോലെയുള്ള രൂപം ധരിച്ചതിന്റെ കാരണം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോഴാണ് ഭഗവാൻ മറുപടി കൊടുത്തത്. നിനക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായി എൻ്റെ സ്വരൂപത്തെയും എല്ലാം പറഞ്ഞു തരാം. ഇന്നേക്ക് 7ാം ദിവസം പ്രളയം ഉണ്ടാകും. 3 ലോകങ്ങളും ഭൂർഭുവസ്വഹ മുതലായ ലോകങ്ങളെല്ലാം ലയിച്ചിരിക്കുമ്പോൾ ആ പ്രളയജലത്തിൽ ഒരു വിശാലമായ തോണി നിന്റെ അടുത്തേക്ക് വരും. അതില് നീ സപ്തർഷികളെ കാണും. ആ തോണിയിലേക്ക് നീ പ്രകൃതിയിലുള്ള സകല ജീവരാശികളുടെയും സസ്യലതാദികളുടെയും ബീജങ്ങളെയെല്ലാം സംഭരിച്ച് ആ നാവത്തിൽ കയറുക. അങ്ങനെ എല്ലായിടത്തും ജലപ്രളയമായിരിക്കുമ്പോൾ, ഇരുട്ടുമൂടിയിരിക്കുന്ന അന്ധകാരമായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ വരും. എൻ്റെ കൊമ്പിലേക്ക് വാസുകി എന്ന പാമ്പിനെ കൊണ്ട് ഈ തോണിയെ ഒറ്റ കൊമ്പിലേക്ക് ബന്ധിക്കാം. അങ്ങനെയുള്ള സമയത്ത് ഞാൻ നിന്നെയും വലിച്ചുകൊണ്ട് ആ ഋഷിമാരുടെ പ്രകാശത്തോടുകൂടി എന്റെയും സാന്നിധ്യത്തോടുകൂടി ആ ബ്രാഹ്മീ നിശയെ, ബ്രഹ്മാവിന്റെ രാത്രിയെ നമുക്ക് കഴിച്ചു കൂട്ടാം. ആ സമയത്ത് എന്റെ മഹിമയെ ഞാൻ പറഞ്ഞു തരാം. എന്നാൽ അനുഗ്രഹീതനായി നിന്റെ ചോദ്യങ്ങൾക്കുത്തരം ഞാൻ വേണ്ടതുപോലെ വിശദമാക്കി തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അന്തർദാനം ചെയ്തു. സത്യവ്രത രാജാവ് തം കാലം അന്വവൈക്ഷത, ആ കാലത്തെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം കിഴക്കോട്ട് അഭിമുഖമായിട്ട് ദർഭ വിരിച്ച് പ്രാഗുദങ്മുഖ എന്നുവെച്ചാൽ കിഴക്ക് വടക്ക് മുഖം തിരിച്ചുകൊണ്ട് അദ്ദേഹം നിശസാദ ഹരേ പാദൗ ചിന്തയൻ മത്സ്യരൂപിണ, മത്സ്യരൂപിയായിരിക്കുന്ന ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ രാവിലെ നിർത്തിയത് അല്ലേ. ഇനി തുടർന്ന്
ആ പ്രളയം വർണ്ണിക്കുന്നു. ചുരുക്കിയിട്ട് ആ പ്രളയകാലത്ത് ഭഗവാൻ ഒരു വലിയ മത്സ്യരൂപിയായിട്ട് 1,00,000 യോജന വിസ്താരമേറിയ ശരീരത്തോടുകൂടെ ഏകശൃംഗധരനായി എന്നുവെച്ചാൽ ഒറ്റക്കൊമ്പനായിട്ട് വരികയാണ്. ഭഗവാൻ സത്യവ്രത രാജാവിനെയും ഋഷിമാരെയും വഹിച്ചുകൊണ്ടുള്ള ഈ നാവത്തെ തന്റെ മുമ്പിൽ കെട്ടി വലിച്ചിഴച്ചുകൊണ്ട് പ്രളയകാലം മുഴുവൻ രക്ഷിക്കുന്ന ആ സമയത്ത് സത്യവ്രത രാജാവ് ഭഗവാനെ സ്തുതിക്കുന്ന ആ സ്തുതി ഇതിൽ ഭാഗവതത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വിസ്താരം കാണണമെങ്കിൽ എവിടേക്ക് പോകണം? മത്സ്യപുരാണം കാണണം. അപ്പൊ ഇതിലുള്ള ചോദ്യങ്ങൾ, ഇദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് മത്സ്യപുരാണത്തിലാണ്. അതിന് മറുപടിയായിട്ട് ഭഗവാൻ കൊടുക്കുന്നതാണ് മത്സ്യപുരാണം. ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട പുരാണം മത്സ്യപുരാണം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ സൂചന മാത്രമേ ഉള്ളൂ ഭാഗവതത്തില്. നമുക്ക് കാണാം 41 ശ്ലോകം മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ 24-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. 41 ശ്ലോകം. തതഃ സമുദ്ര ഉദ്വേലഃ സർവതഃ പ്ലാവയൻ മഹീം വർദ്ധമാനോ മഹാമേഘൈഃ വർഷദ്ഭിഃ സമദൃശ്യത. തതഃ സമുദ്ര ഉദ്വേലഃ സർവതഃ പ്ലാവയൻ മഹീം വർദ്ധമാനോ മഹാമേഘൈഃ വർഷദ്ഭിഃ സമദൃശ്യത. തതഃ അനന്തരം. എവിടുന്ന് അനന്തരം? ഭഗവാൻ അന്തർദാനം ചെയ്തതിന് ശേഷം ഇദ്ദേഹം ഭഗവാനെ കാത്തിരിക്കുന്നതായിട്ടുള്ള ഇതിനെ വർണ്ണിച്ചു. ഭഗവാന്റെ പാദങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ കാത്തിരുന്നു 7-ാം ദിവസമാകാൻ. അങ്ങനെ 7-ാം ദിവസമാവുകയാണ്, പ്രളയത്തിന്റെ സമയമാവുകയാണ്. അപ്പൊ തതഃ അനന്തരം സമുദ്രഃ ഉദ്വേലഃ സർവതഃ പ്ലാവയൻ മഹിം. സമുദ്രഃ, ആ സമുദ്രം, ഉദ്വേലഃ, ഉദ്വേലഃ എന്ന് പറഞ്ഞാൽ വേലകൾ എന്ന് പറഞ്ഞാൽ കരകളാണ്. സമുദ്രത്തിന്റെ തീരങ്ങളെയാണ് വേല എന്ന് പറയുന്നത്, അതിർത്തി. അതിന് ഉദ് എന്ന് പറഞ്ഞാലോ ഉദ്വർത്തിക്കുക, അതിനെ അതിക്രമിക്കുക, കരകവിയുക എന്നർത്ഥമാണ്. അപ്പൊ സമുദ്രങ്ങളെല്ലാം വേല കവിഞ്ഞ് അഥവാ കരകവിഞ്ഞ് സർവതഃ മഹീം പ്ലാവയന്, എല്ലാ ഭാഗത്തുള്ള ഭൂമിയെ മുഴുവൻ മുക്കിക്കൊണ്ട്, പ്ലാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുക്കുക, മുഴുകിക്കൊണ്ട്. അപ്പൊ കരകളെല്ലാം വെള്ളത്താൽ ബാധിക്കപ്പെട്ട് മൂടപ്പെട്ടുകൊണ്ട് വർദ്ധമാനോ മഹാമേഘൈഃ വർഷദ്ഭിഃ സമദൃശ്യത. വർഷദ്ഭിഃ മഹാമേഘൈഃ. പ്രളയകാല മേഘങ്ങൾ ഒന്നിച്ചു വർഷിക്കുകയാണ്. മേഘസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ഗംഭീരമായിട്ടുള്ള മഹാമേഘങ്ങളെ കൊണ്ട് വർഷദ്ഭിഃ, വർഷം ചെയ്തുകൊണ്ട്, വർദ്ധമാനഃ, ആ സമുദ്രത്തെ വിശേഷിപ്പിച്ചതാണ് വർദ്ധമാനഃ ഉദ്വേളഃ എന്നൊക്കെ. അപ്പൊ വർദ്ധിക്കപ്പെട്ടിട്ട് കരകവിയുന്നതായ ആ സമുദ്രം ഭൂമിയെ മുഴുവൻ മുക്കിക്കൊണ്ട് സമദൃശ്യത, സമദൃശ്യത സമ്യക് അദൃശ്യത, എല്ലാവരാലും നല്ലതുപോലെ ദർശിക്കപ്പെട്ടു. ഇതൊരു സ്വപ്നമൊന്നുമല്ല, നമ്മുടെ മാർക്കണ്ഡേയ മഹർഷി കണ്ടതുപോലെ എല്ലാവർക്കും അനുഭവമായിട്ടുള്ള കാര്യമാണ്. നൈമിത്തിക പ്രളയകാലമാണ്. അതുകൊണ്ട് മാർക്കണ്ഡേയ മഹർഷി കണ്ട ഒരു സ്വപ്നാവസ്ഥയിലുള്ള ഒരു ഇതല്ല, മായയല്ല, ഇവിടെ യാഥാർത്ഥ്യം തന്നെ. എങ്കിലേ മത്സ്യാവതാരം യാഥാർത്ഥ്യം ആവുള്ളൂ. അല്ലെങ്കിൽ മത്സ്യാവതാരവും സ്വപ്നമാവും, അല്ലേ? സമുദ്രഃ സമദൃശ്യത. ധ്യായൻ ഭഗവതാദേശം ദദൃശേ നാവമാഗതാം താമാരുരോഹ വിപ്രേന്ദ്രൈഃ ആദായ ഔഷധിവീരുതഃ. ധ്യായൻ ഭഗവതാദേശം ദദൃശേ നാവമാഗതാം താമാരുരോഹ വിപ്രേന്ദ്രൈഃ ആദായ ഔഷധിവീരുതഃ. ഭഗവതാദേശം ധ്യായന് ആഗതാം നാവം ദദൃശേ. ആ സത്യവ്രത രാജാവ് ഭഗവതാദേശം ധ്യായന്, ഭഗവാന്റെ ആ നിർദ്ദേശം, ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ധ്യായന് ഓർമ്മിച്ചു. ധ്യാനിക്കുക എന്ന് പറഞ്ഞവിടെ ഓർമ്മിച്ചു എന്നർത്ഥം.
അദ്ദേഹം ഓർമ്മിച്ചതായിട്ടുള്ള സമയത്താണ് ആഗതാം നാവം ദദൃശേ. അപ്പൊ പ്രളയകാലത്ത് അദ്ദേഹത്തിന് ഭൂമി മുഴുവൻ വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞത് സത്യമാകുന്നു. ഇന്നേക്ക് 7-ാം ദിവസം ഭൂർഭുവസ്വഹ എന്നുള്ള 3 ലോകങ്ങളും പ്രളയജലത്തിൽ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞത്, ഭഗവാൻ പറഞ്ഞത് സത്യമായി തീരുന്നു എന്ന് സ്മരിച്ചു. ഭഗവാനെയും സ്മരിച്ചു. എന്തിന്? തന്റെ രക്ഷയ്ക്കായിക്കൊണ്ട്. ഭഗവാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് ഞാൻ വരും, ഞാൻ ഒരു തോണിയെ ആദ്യം അയക്കും, പുറകെ ഞാനും വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന് ഭഗവാനെ ധ്യാനിച്ചു. അതാണ് ധ്യായൻ ഭഗവതാദേശം ദദൃശേ നാവം ആഗതാം. ആഗതാം നാവം ദദൃശേ. തന്റെ അടുത്തേക്ക് വന്നു ചേർന്ന ആ തോണിയെ, ഭൂമി തന്നെയാണ് ഇവിടെ തോണിയായിട്ട് അവതരിച്ചിരിക്കുന്നത്. നമ്മളെയൊക്കെ നമ്മുടെ എന്താ പറയുക, കർമ്മവാസനകളാകുന്ന ബന്ധത്തിൽ നിന്ന്, സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുന്ന ഒരു തോണി തന്നെയാണ് ഭൂമി. ഭൂമി എല്ലാ കാലത്തും നമ്മളെ നമ്മുടെ എന്താ പറയുക, സംസാര വാസനകളാകുന്ന സാഗരത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാവം തന്നെയാണ്. നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഈ ഭൂമി. ഈ ഭൂമിയിലാണ് നമ്മുടെ എന്താ പറയുക, പുണ്യപാപങ്ങളൊക്കെ ചെയ്യപ്പെടുന്നത്. കർമ്മഭൂമിയാണ് ഈ ഭൂമി. മറ്റു ലോകങ്ങള് അല്ലെ, ഭുവഹ സ്വഹ, എന്താ മറ്റു ലോകങ്ങൾ ഭുവഹ സ്വഹ എന്നൊക്കെയുള്ളതായിട്ടുള്ള ലോകങ്ങളിലൊന്നും കർമ്മം ചെയ്യാനുള്ള അധികാരമില്ല. അവിടെ പോയി ഭോഗഭൂമികകൾ മാത്രമാണ്. അല്ലെങ്കിൽ 14 ലോകങ്ങൾ പറയുന്ന അധോലോകങ്ങളും ഊർധ്വലോകങ്ങളും എല്ലാം നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിക്കാനുള്ള ലോകങ്ങളാണ്. ഈ ഭൂമിയിൽ മാത്രമാണ് മോക്ഷത്തിനായിട്ട് പ്രയത്നിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളത്. അപ്പൊ ഈ ഭൂമി ഒരു നാവം തന്നെയാണ്. അതിനെ തന്നെയാണ് ഇവിടെ നാവരൂപത്തിലും പ്രളയകാലത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കാലത്തും നമ്മളെ രക്ഷിക്കുന്ന ഒരു തോണി തന്നെയാണ് ഈ നാവം, ഈ ഭൂമി. അപ്പൊ ആഗതാം നാവം ദദൃശേ. ഉടനെ തന്നെ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഓർമ്മ വെച്ച് താം ആരുരോഹ, താം നാവം ആരുരോഹ. ആ നാവത്തിലേക്ക് അദ്ദേഹം ആരോഹണം ചെയ്തു, കയറി. ആരോടുകൂടെ? വിപ്രേന്ദ്രൈഹി. വിപ്രേന്ദ്രന്മാരെന്നാൽ സപ്തർഷികൾ. അന്ന് കഴിഞ്ഞ എന്താ പറയുക, കൽപ്പത്തിലെ അവസാന കാലത്ത്, ബ്രഹ്മാവിന്റെ പൂർവ്വകൽപ്പത്തിലെ അവസാന മന്വന്തരത്തിൽ ആരാണോ സപ്തർഷികളായിട്ടുണ്ടായിരുന്നത് അവരോടുകൂടെ എന്നർത്ഥം. അവരുടെ പേരൊന്നും നമുക്കറിയില്ല. കാരണം നമുക്കിപ്പറിയുന്നത് ഈ കൽപ്പത്തിൽ 14 മന്വന്തരങ്ങളുണ്ട്. ഈ 14 മന്വന്തരങ്ങളിലെ സപ്തർഷികളുടെ പേരാണ് നമ്മൾ ഈ അഷ്ടമസ്കന്ധത്തില് കണ്ടത്. പൂർവകൽപ്പത്തിലെ ബ്രഹ്മാവിന്റെ ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന മന്വന്തരങ്ങളിലെ സപ്തർഷികളുടെ പേരെന്താണെന്ന് അറിയില്ല. മിക്കവാറും ആവർത്തനം തന്നെയാണ് വരിക. എല്ലാം ഒരു ആവർത്തനമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കൽപ്പത്തിൽ അവസാന മന്വന്തരത്തിൽ ആരാണോ വരാനിരിക്കുന്നത് അവരൊക്കെ തന്നെ ആയിരിക്കണം പൂർവകൽപ്പത്തിലും സപ്തർഷികളായിരുന്നിരുന്നത്. ആരോ ആവട്ടെ, എന്തായാലും സപ്തർഷികൾ എന്ന് നമ്മൾ ഗ്രഹിച്ചാൽ മതി. ആ വിപ്രേന്ദ്രൈഹി ആദായ ഔഷധി വീരുത. ഔഷധികൾ, വീരുത്തുക്കൾ, ഔഷധികളുടെ വീരുത്തുക്കൾ, ഔഷധികളുടെ ബീജങ്ങളെയെല്ലാം ആദായ സ്വീകരിച്ചുകൊണ്ട്. അപ്പൊ അടുത്ത സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഈ പ്രളയകാലം കഴിഞ്ഞ് അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ അവിടേക്ക് എന്തൊക്കെ വേണോ ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശികളുടെയും ബീജങ്ങളെ പ്രതീകാത്മകമായി സമാഹരിച്ച് എല്ലാറ്റിനെയും സൂക്ഷ്മരൂപത്തിൽ, അവ്യക്ത രൂപത്തിൽ ഗ്രഹിച്ചുകൊണ്ട് എന്നൊക്കെ മനസ്സിലാക്കണം. അതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ തോണിയിലേക്ക് കയറി. താമാരുരോഹ വിപ്രേന്ദ്രൈഹി ആദായ ഔഷധി വീരുത. തമോചുർമുനയഃ പ്രീതാ രാജൻ ധ്യായസ്വ കേശവം സവൈ നഃ സങ്കടാദസ്മാദ് അവിതാശം വിദാസ്യതി. തമോചുർമുനയഃ പ്രീതാ രാജൻ ധ്യായസ്വ കേശവം സവൈ നഃ സങ്കടാദസ്മാദ് അവിതാശം വിദാസ്യതി. തം ഊചുഃ മുനയഃ പ്രീതാഃ.
തം അവനോട്, ആ സത്യവ്രത രാജാവിനോട്, പ്രീതാഹ മുനയഹ ഊജുഹു. പ്രീതാഹ എന്ന് പറഞ്ഞാൽ പ്രീതരായവർ, സന്തോഷമുള്ളവർ അഥവാ സ്നേഹമുള്ളവർ. പ്രീതി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, പ്രിയം. അപ്പൊ പ്രിയമുള്ള, സ്നേഹമുള്ള, വാത്സല്യമുള്ളവരായ ഋഷീശ്വരന്മാർ, മുനികൾ ആ സത്യവ്രത രാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ, കേശവം ധ്യായസ്വ. അല്ലയോ രാജാവേ, കേശവനെ ധ്യാനിച്ചോളൂ. ഒരു പ്രത്യേക പ്രയോഗം അല്ലേ, കേശവനെ ധ്യാനിച്ചോളൂ. അപ്പൊ കേശവനാരാ? സാക്ഷാൽ ആദികേശവൻ തന്നെ. ആരാണ് ആദികേശവൻ? ജലശായി കേശേദീതി കേശവ. ജലത്തിൽ ശയിക്കുന്നവൻ, പ്രളയകാലത്ത് ജലത്തിൽ ശയിക്കുന്നവൻ. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ട ആദികേശവ ക്ഷേത്രത്തെക്കുറിച്ച് അല്ലെ. എന്താ അവിടുത്തെ പ്രത്യേകത? നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമിയേക്കാൾ വലിയ വിഗ്രഹമാണ്. സാളഗ്രാമങ്ങൾ കൂടുതൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. വലിയ വലിപ്പം കൂടിയ അനന്തശായിയാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? ഇവിടെ പത്മനാഭൻ, അവിടെ നാഭിയിൽ പത്മമില്ലാത്ത കേശവൻ. അതാണ് ആദികേശവൻ. അപ്പൊ ആദികേശവൻ എന്ന് പറഞ്ഞാൽ പ്രളയകാലത്തെ നാരായണനെയാണ് ആദികേശവൻ എന്ന് പറയുന്നത്. അവിടെ സൃഷ്ടി ആരംഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് സൃഷ്ടിരൂപമായ ലോകം, അതാണ് താമര, അതിന്റെ അഭിമാനിയായ ദേവനായ ആ സൃഷ്ടിയെ നടത്തുന്ന അഹങ്കാരമായ ബ്രഹ്മദേവൻ, ഹിരണ്യഗർഭൻ അവിടെ ആവിർഭവിച്ചിട്ടില്ല. ആ കർത്താവ് ഉണ്ടായിട്ടില്ല. ബ്രഹ്മദേവൻ ഉണ്ടാവുന്നതിന് മുമ്പുള്ള പ്രളയകാലത്തെ ഭഗവാന്റെ പേരാണ് കേശവൻ, ആദികേശവൻ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രത്യേകം സ്മരിക്കേണ്ടതാണ്, ആ കേശവം ധ്യായസ്വ. കേശവനെ ധ്യാനിച്ചാലും, ആ ജലശായിയെ സ്മരിച്ചാലും. അവിടെ ജലം എന്ന് പറഞ്ഞാൽ എന്താ? ജലം വാസ്തവത്തില് ഇതെല്ലാം ഒരു തത്വം കൂടിയാണ് അല്ലെ. ജലം എന്ന് പറഞ്ഞാൽ അവ്യക്തം എന്ന് തന്നെയാണ്. കാരണജലം എന്നാ പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണം ആയിരിക്കുന്ന വാസനകൾ, അവയെ മുഴുവൻ ആരിൽ സമാഹരിച്ചിരിക്കുന്നുവോ, ആരാണോ അതിനെയെല്ലാം സംരക്ഷിക്കുന്നത്, ആരാണോ അതിന്റെ എല്ലാം സൂക്ഷിപ്പുകാരനായിട്ടിരിക്കുന്നത്, അവനാണ് നാരായണൻ. എല്ലാ നാരങ്ങളും അവനെ ആശ്രയിച്ചിരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ, സകല ബീജങ്ങളും അവ്യക്തമായിരിക്കുന്ന കാരണങ്ങളെല്ലാം തന്നെ അവനെ ആശ്രയിച്ചിരിക്കുന്നു. അവൻ വെള്ളത്തിലല്ല കിടക്കുന്നത്, വാസ്തവത്തില് ഉൾട്ടയാണ്. അവനിൽ വെള്ളം കിടക്കുന്നു. അവനിൽ ഈ കാരണങ്ങളെല്ലാം കുടികൊള്ളുന്നു. അവനാണ് ഇതിനെയെല്ലാം രക്ഷിക്കുന്നത്. അതിനെ പരോക്ഷമായി പറയുന്നതാണ് ഭഗവാൻ വെള്ളത്തിൽ കിടക്കുന്നു. ഭഗവാൻ വെള്ളത്തിലല്ല, വെള്ളം ഭഗവാനിലാണ് കിടക്കുന്നത്. ഇവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ ജലം എന്നത് കാരണജലമാണ്. പ്രളയകാലത്ത് എല്ലാം ജനിക്കുന്നതും എല്ലാം ലയിക്കുന്നതുമായ അവ്യക്തം, അതിന്റെ പ്രതീകമാണ് ഇവിടുത്തെ ജലം. ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ ഈ കേശവ ശബ്ദത്തിൽ അടങ്ങിയിരിക്കുന്നു. ധ്യായസ്വ കേശവം യോവശിഷ്യേത സോസ്മ്യഹം എന്ന ഭഗവാന്റെ ആ വചനത്തെ ഇവിടെ കേശവൻ എന്താ പറയുക, സത്യമാക്കി ചെയ്യുന്നു. അപ്പൊ തമോചുർമുനയ പ്രീത രാജൻ ധ്യായസ്വ കേശവം സവൈ നഹ സങ്കടാദസ്മാത് അവിത സംവിദാസ്യതി. സഹ അവൻ, നഹ അസ്മാത് സങ്കടാത് അവിത, നഹ നമ്മുടെ, അസ്മാത് സങ്കടാത് ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ സങ്കടാവസ്ഥയിൽ നിന്ന്, ഈ ക്ലേശാവസ്ഥയിൽ നിന്ന്, ഈ ദുഃഖത്തിൽ നിന്ന് അവിത, അവിത എന്ന് പറഞ്ഞാൽ അവനം ചെയ്യും. ഹി വിൽ പ്രൊട്ടക്ട് അസ്. അപ്പൊ ഈ കേശവനെ ധ്യാനിച്ചാൽ നമ്മുടെ ഭയമെല്ലാം നീങ്ങും. കാരണം ആകെയുള്ളത്, എല്ലാ കാലത്തുള്ളത് ഈ കേശവനാണ്. ആ കേശവ സ്മരണ തന്നെയാണ് നമ്മുടെ എല്ലാ ഭയത്തെയും നീക്കുന്നത്.
ഈ ഈ ഈ കാണുന്നതെല്ലാം ലയം പ്രാപിക്കേണ്ടതാണ്. അനിത്യം അസുഖം ലോകം. ഈ ലോകമെല്ലാം അനിത്യമാണ്. ഇതൊക്കെ വെറും ഭ്രമം മാത്രമാണ്, അസത്താണ്. ഇതിന് സുഖം തരാനുള്ള കഴിവൊന്നുമില്ല. നമ്മുടെ തെറ്റിദ്ധാരണകളാണ് ഇതിൽ സുഖമുണ്ട് എന്നുള്ളതും ഇത് നിത്യമാണെന്നുള്ളതും. ഇതെല്ലാം മാറിക്കിട്ടും ആ ഭഗവാനെ സ്മരിച്ച. സത്യം പരം ധീമഹി. അതാണ് കേശവനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ. കേശവനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പരം ധീമഹി. ആ പരമമായ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. നമ്മൾക്ക് ധ്യാനിക്കാം. പരമസത്യം മാത്രമാണ് എല്ലാ കാലത്തും ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം മൃഷാ. എത്ര ത്രിസർഗോ മൃഷാ. ഏതൊന്നിലാണോ ഈ ത്രിസർഗം, 3 വിധത്തിലുള്ളതായിട്ടുള്ള സ്ഥൂല സൂക്ഷ്മ കാരണരൂപത്തിലുള്ള സൃഷ്ടികളെല്ലാം അസത്തായി കാണപ്പെടുന്നത്, എല്ലാറ്റിനും സത്യം നൽകുന്നത് അവനാണ്. അവനെ കണ്ടാൽ പിന്നെ പേടിക്കാനില്ല, മോക്ഷം കിട്ടും. അപ്പോ അസ്മാത് സങ്കടാത് സവൈ നഹ അവിത. അവൻ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കും, അഭയം നൽകും. മാത്രമല്ല ശം വിദാസ്യതി. അവൻ ശം സുഖത്തെ, മംഗളത്തെ വിദാസ്യതി ചെയ്യും. നമുക്ക് ആ ഭഗവാന്റെ സ്മരണ മംഗളത്തെ ഉണ്ടാക്കും, സുഖത്തെ ഉണ്ടാക്കും, ആനന്ദത്തെ നൽകും, നമ്മളെ ഭയരഹിതരാക്കി തീർക്കും എന്ന് എല്ലാവർക്കുള്ള ഉപദേശം തന്നെയാണ്. നമ്മുടെ സത്യവ്രത രാജാവിന് മാത്രമുള്ളതല്ല, നമ്മളൊക്കെ എല്ലാ കാലത്തും ഇതാണ് ചെയ്യേണ്ടത്. സത്യം പരം ധീമഹി. കേശവം സ്മര, കേശവം ധ്യായസ്വ. പര്യായ ശബ്ദങ്ങളാണ്. തമോചുർമുനയ പ്രീതാരാജൻ ധ്യായസ്വ കേശവം സവൈന സങ്കടാദസ്മാത് അവിതാശം വിദാസ്യതി. സോനുധ്യാതസ്തതോ രാജ്ഞാ പ്രാദുരാസീത് മഹാർണവേ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജനഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ ആ മത്സ്യാവതാര ശ്ലോകം. സോ അനുധ്യാതസ്തതോ രാജ്ഞാ പ്രാദുരാസീത് മഹാർണവേ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജനഃ. അങ്ങനെ സഹ അനുദ്യാതഃ തതഃ രാജ്ഞാ. തതഃ അനന്തരം, ഈ ഋഷിമാർ പറഞ്ഞതനുസരിച്ച്, രാജ്ഞാ അനുദ്യാതഃ സഹ, രാജാവിനാൽ അനുദ്യാനം ചെയ്യപ്പെട്ടവനായ അവൻ. ആരാണി അവൻ? കേശവൻ. ആ ഭഗവാൻ പ്രളയകാലത്തും ശേഷിക്കുന്നവൻ, എല്ലാറ്റിനും ആദി കാരണമായിരിക്കുന്നവൻ നാരായണൻ. അവനാണ് അനുദ്യാതനായത്. ആ അനുദ്യാതഃ മഹാർണവേ പ്രാദുരാസീത്. ആ പ്രളയ മഹാർണവത്തിൽ, വിശാലമായ സമുദ്രത്തില് പ്രാദുഹു ആസീത്, പ്രാദുർഭവിച്ചു എന്നർത്ഥം. പ്രത്യക്ഷനായി ഭവിച്ചു, എല്ലാവരുടെയും മുമ്പില് പ്രകടമായി. ആരൊക്കെയാണോ അവിടെ ഉള്ളത് സാക്ഷികളായിട്ട്? സപ്തർഷികളും ഈ രാജാവും. അവർക്ക് മുമ്പിൽ പ്രാദുർഭവിച്ചു, പ്രത്യക്ഷനായി എന്ന് താല്പര്യം. എങ്ങനെയായിട്ടാണ് പ്രത്യക്ഷനായത്? ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജനഃ. 4 വിശേഷണങ്ങൾ, അല്ലെ 3 വിശേഷണങ്ങൾ. മത്സ്യ എന്നുള്ളത് രൂപം, മത്സ്യരൂപത്തിലാണ് പ്രത്യക്ഷനായത്. ഏത് വർണ്ണത്തില്? ഹൈമഹ എന്ന് പറഞ്ഞു. ഹൈമഹ എന്ന് പറഞ്ഞാൽ ഹേമവർണ്ണത്തോടുകൂടി, സ്വർണവർണ്ണത്തോടുകൂടിയ ഒരു മത്സ്യമായിട്ടാണ് പ്രകടമായത്. ഭഗവാന്റെ ആ ഒരു തേജസ്സിനെ പ്രകാശിപ്പിച്ചുകൊണ്ട്, ഭഗവാന്റെ ആ പ്രഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വർണവർണ്ണത്തിലും. വലുപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് നിയുതയോജനഃ. നിയുതയോജനഃ, നിയുതം എന്ന് പറഞ്ഞാല് ലക്ഷം എന്നും പറയും, 2 ലക്ഷം എന്നും പറയും. ഇവിടെ ലക്ഷമായിട്ട് എടുത്താൽ മതി. 1 ലക്ഷം യോജന വലുപ്പത്തോടുകൂടിയവനായിട്ട്. അപ്പൊ 1 ലക്ഷം യോജന വലുപ്പത്തോടുകൂടിയ വലിയൊരു, എന്താ പറയുക, നമ്മുടെ ജംബൂദ്വീപത്തോളം വലുപ്പം, ഏഷ്യ വൻകരയോളം വലുപ്പമുള്ളതായിട്ടുള്ള വലിയൊരു രൂപത്തില്, സ്വർണവർണ്ണത്തില്, ഏകശൃംഗധരഃ. അതൊരു പ്രത്യേക ലക്ഷണത്തെ സൂചിപ്പിച്ചു. ഏകശൃംഗധരഃ, ഒറ്റ കൊമ്പോടുകൂടിയവനായിട്ട്, ഒരു കൊമ്പിനെ മാത്രം ധരിച്ചവനായിട്ട്. ഇപ്പോ മത്സ്യങ്ങളിൽ പല മത്സ്യങ്ങൾക്ക് പല
കൊമ്പുകൾ പല രീതിയിലൊക്കെ കാണും. ഇവിടെ ഒറ്റക്കൊമ്പൻ മത്സ്യമായിട്ടാണ് ഭഗവാന്റെ അവതാരം. ആ ഒറ്റക്കൊമ്പിലേക്കാണ് ഈ ലോകത്തെ മുഴുവൻ ഭഗവാൻ ബന്ധിക്കുന്നത്. എല്ലാറ്റിന്റെയും സൂത്രധാരൻ താൻ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ഒറ്റക്കൊമ്പ്. തന്നിൽ മാത്രമാണ് ഈ ലോകം ബദ്ധമായിരിക്കുന്നത്. വേറൊരാള് രണ്ടാമനായിട്ട് ഒരാള് പിടിക്കാനൊന്നും സഹായിക്കാനൊന്നും ഇല്ല. എല്ലാം തന്നിൽ നിന്നുണ്ടായി തന്നിൽ തന്നെ നിലനിൽക്കുന്നു, തന്നിലേക്ക് തന്നെ മടങ്ങുന്നു. രണ്ടാമതൊരാളില്ല എന്നുള്ള അദ്വൈത തത്വത്തെ, ഏക കാരണത്തെ, ലോകത്തിന്റെ ഏക അടിസ്ഥാനത്തെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഏകശൃംഗധര, ഒറ്റക്കൊമ്പനായിട്ടുള്ള മത്സ്യമായിട്ട് ഭഗവാൻ അവതരിച്ചു. സ്വർണവർണ്ണത്തില് 1,00,000 യോജന വിസ്താരമേറിയ ശരീരത്തോടു കൂടിയിട്ട്. സോനുദ്യാതസ്തോ രാജ്ഞാ പ്രാദുരാസീത് മഹാർണവേ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജന നിബധ്യനാവം തത്ശൃംഗേ യഥോക്തോ ഹരിണാ പുരാ വരത്രേണാഹിനാ തുഷ്ടാവ മധുസൂദനം. നിബധ്യനാവം തത്ശൃംഗേ യഥോക്തോ ഹരിണാ പുരാ വരത്രേണാഹിനാ തുഷ്ടാവ മധുസൂദനം. അപ്പോ ഭഗവാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്ന് ഈ സത്യവ്രത രാജാവിനോട് പ്രളയത്തിന് മുമ്പേ ഭഗവാൻ മത്സ്യരൂപത്തിൽ പറഞ്ഞിരുന്നു. അതാണ് ഹരിണാ പുരാ യഥാ ഉക്ത. ആ ഹരിയാൽ, ഭഗവാനാൽ, വിഷ്ണുവിനാൽ പുരാ പണ്ട് യഥാ ഉക്ത എപ്രകാരം പറയപ്പെട്ടുവോ അതുപോലെ തത് വരത്രേണ അഹിനാ തത്ശൃംഗേ നാവം നിബധ്യ. വരത്രം എന്ന് പറഞ്ഞാല് കെട്ടാൻ ഉപയോഗിക്കുന്ന കയറായിട്ട് ഭവിച്ച അഹിന, ആ അഹി വാസുകി എന്ന പാമ്പ്, അഹി എന്നാൽ പാമ്പ്, ഇവിടെ വാസുകി എന്ന സർപ്പത്തെ തത്ശൃംഗേ നാവം നിബധ്യ, ആ ഭഗവാന്റെ ഒറ്റക്കൊമ്പിലേക്ക് ആ തോണിയെ നിബന്ധനം ചെയ്തിട്ട് ബന്ധിച്ചിട്ട് തുഷ്ട സന്തോഷിച്ചവനായ രാജാവ്, എന്നിട്ടോ മധുസൂദനം തുഷ്ടാവ, ആ മധുസൂദനനെ, ഭഗവാനെ, ശ്രീഹരിയെ സ്തുതിച്ചു. മധുസൂദനനാണ് അല്ലെ മധുകൈടവന്മാരൊക്കെ അജ്ഞാനത്തിന്റെ സന്തതികളാണ്, അജ്ഞാനത്തിന്റെ പ്രതീകങ്ങളാണ്. മധുകൈടവന്മാർ എവിടുന്നാണ്ടായത്? ഭഗവാൻ വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്നാണെന്ന് സൂചിപ്പിക്കും ദേവി ഭാഗവതത്തിൽ, അല്ലെ? ദേവി മഹാത്മ്യത്തിലും ദേവി ഭാഗവതത്തിലൊക്കെ പറയും. കർണമലം എന്ന് പറഞ്ഞാൽ എന്താണ്? കർണത്തിലുണ്ടാവുന്ന മലം അജ്ഞാനം തന്നെയാണ്. അപ്പോൾ അജ്ഞാന സന്തതികളാണ് ആസുര സന്തതികൾ മധു കൈടവന്മാര്. മധു എന്ന് പറഞ്ഞാൽ അഹങ്കാര പ്രതീകമാണ്, കൈടവൻ എന്നാൽ മമതാ പ്രതീകമാണ്. അപ്പോൾ അഹന്താ മമതകളെ നശിപ്പിക്കുന്നവനാണ്. ഇങ്ങനെ അജ്ഞാനത്തെ നശിപ്പിച്ചിട്ട് മധുകൈടവന്മാരുടെ അല്ലെ ഭഗവാൻ വധം ചെയ്ത് ലോകത്തെ ബ്രഹ്മദേവനെയൊക്കെ രക്ഷിക്കുന്ന കഥ നമുക്കറിയാം. അപ്പോൾ അജ്ഞാനത്തെ നശിപ്പിച്ച് ലോകത്തെ രക്ഷിച്ചവനാണ് ഭഗവാൻ. അപ്പൊ അതാണ് മധുസൂദനം തുഷ്ടാവ. മധുസൂദനനെ സ്തുതിച്ചു, അജ്ഞാനനാശകനായ ഗുരുവിനെ സ്തുതിച്ചു. ജ്ഞാനനാശകൻ ഗുരുവാണ്. അപ്പൊ ഇവിടെ മത്സ്യരൂപിയായി വന്ന ഭഗവാനെ ഒരു ഗുരുവായിട്ടാണ്, ഈശ്വരനെ തന്നെ തന്റെ ഗുരുവായിട്ടാണ് സത്യവ്രത രാജാവ് കാണുന്നത്, സ്തുതിക്കുന്നത്. ഇവിടെ പാമ്പ്, സർപ്പം എന്ന് പറഞ്ഞാലും നമ്മുടെ പുരാണങ്ങളിലൊക്കെ അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. അപ്പൊ വാസുകി എന്ന സർപ്പത്തെ കൊണ്ട് ഈ നാവത്തെ ഭഗവാന്റെ കൊമ്പിലേക്ക് ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അഹങ്കാരം ഭഗവാനിൽ സമർപ്പിച്ചു. ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്, ഇതെല്ലാം ഭഗവാന്റേത് തന്നെയാണ്. ഈ സർവവും നമ്മുടെ ശരീര മനോബുദ്ധികൾ, ഇന്ദ്രിയങ്ങൾ, ഈ പഞ്ചഭൂതങ്ങൾ, സപ്തധാതുക്കൾ, ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ഭഗവാനിൽ നിന്നുണ്ടായതാണ്. അതിലെന്തിനാ നമുക്കുടമസ്ഥാവകാശം? നമുക്ക് അഹങ്കാരം, അഭിമാനം? എല്ലാം ഭഗവാന്റേതാണ്. എല്ലാം ഭഗവാനിലേക്ക് ബന്ധിക്കുക, ഭഗവാനിലേക്ക് സമർപ്പിക്കുക. അപ്പൊ അങ്ങനെ ആ എന്താ പറയുക, വാസുകിയെ കൊണ്ട് ഭഗവാനിലേക്ക് ബന്ധിച്ച്
മധുസൂദനനായ ഭഗവാനെ സ്തുതിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ വാക്കുകളുടെയൊക്കെ ആന്തരാർത്ഥങ്ങൾ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ പരിപൂർണ സമർപ്പണം ചെയ്ത് അജ്ഞാനനാശകനായ ആ ഗുരുവിനെ സ്തുതിച്ചു എന്ന് താല്പര്യം. രാജാവിന്റെ പരിപൂർണ സറണ്ടറൻസ്, ആ ഒരു ശിഷ്യത്വം, ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട ഒരു ഭാവം. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപപേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്ന പ്രണിപാതം, പരിപ്രശ്നം, സേവ, ഗുരുക്കന്മാരോടുള്ള സമർപ്പണ ഭാവമാണത്. പ്രണിപാതം എന്ന പ്രകർഷേണ നിപതിക്കുക, പൂർണ്ണമായി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തന്റെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുമ്പോൾ സർവസ്വവും സമർപ്പിക്കലാണ്. അങ്ങനെ ഗുരുവിന്റെ മുമ്പിൽ സർവസ്വവും സമർപ്പിച്ച് തനിക്കറിയാനുള്ള ചോദ്യങ്ങൾ വിനയത്തോടെ ചോദിക്കുന്നതാണ് പരിപ്രശ്നം. വേണ്ടതുപോലെ ചോദ്യം ചെയ്ത് ഗുരുവിനെ സേവിച്ചുകൊണ്ട് ഗുരുവിൽ നിന്ന് ആ ഉപദേശം സ്വീകരിക്കണം എന്നുള്ളത് ഇവിടെ ഈ രംഗം സജ്ജമായി. ഇനി അദ്ദേഹം ഗുരുവിനെ സ്തുതിക്കുകയാണ്, അദ്ദേഹത്തോട് തനിക്ക് അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. രാജോവാച അനാദ്യ വിദ്യോപഹതാത്മസംവിദഃ തന്മൂല സംസാര പരിശ്രമാതുരാഃ യദൃച്ഛയേഹോപസൃതായമാപ്നുയുഃ വിമുക്തിതോ നഃ പരമോ ഗുരുർഭവാൻ. രാജോവാച അനാദ്യ വിദ്യോപഹതാത്മസംവിദഃ തന്മൂല സംസാര പരിശ്രമാതുരാഃ യദൃച്ഛയേഹോപസൃതാത്ത യമാപ്നുയുഃ വിമുക്തിതോ നഃ പരമോ ഗുരുർഭവാൻ. രാജാവാച, രാജാവ് ആ മത്സ്യരൂപിയായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു. അനാദ്യ അവിദ്യ ഉപഹത ആത്മസംവിദഃ. തന്നെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. താൻ മാത്രമല്ല, തന്നെ പോലെയുള്ള സംസാരികൾ, അജ്ഞാനികൾ, അവരെ മുഴുവൻ വിശേഷിപ്പിക്കണം. നമ്മുടെയൊക്കെ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ്? അനാദി അവിദ്യ ഉപഹത ആത്മസംവിദഃ. സംവിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ആത്മസംവിത്ത്, ആത്മജ്ഞാനം. അതുള്ളവൻ സംവിത്ത് എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിന്റെ ബഹുവചനമാണ് സംവിദഃ. ഞങ്ങൾ ആത്മജ്ഞാനം ഉള്ളവർ ആത്മസംവിത. ഇവിടെ അപഹത അല്ലെങ്കിൽ ഉപഹത ആത്മസംവിദഃ. ഉപഹതം എന്ന് പറഞ്ഞാൽ മറയപ്പെട്ടത്, ഹനിക്കപ്പെട്ടത്, ഉപഹനിക്കപ്പെട്ടത്, മറയപ്പെട്ടത്. എന്താണ്? ആത്മജ്ഞാനം. എന്തുകൊണ്ടാണ് മറയപ്പെട്ടിരിക്കുന്നത്? അവിദ്യ കൊണ്ട്. എത്ര കാലമായി? അനാദി. അപ്പൊ എന്നാണ് ഈ അവിദ്യ ആരംഭിച്ചത് എന്നൊന്നും അറിയില്ല. കാരണം അവിദ്യ ആരംഭിക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടല്ല, അല്ലേ? നമ്മൾ എപ്പോഴാണ് ഉറക്കം ആരംഭിച്ചത് എന്ന് ഉറങ്ങിയ ഒരാൾക്ക് പറയാൻ പറ്റുമോ? എപ്പോഴാണ് സ്വപ്നം കാണാൻ തുടങ്ങിയത് എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുമോ? സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തന്റെ സ്വപ്നം എപ്പോൾ ആരംഭിച്ചു എന്ന് സൂചിപ്പിക്കാനാവില്ല. കാരണം അവിടെ അത് തനിക്ക് യാഥാർത്ഥ്യമാണ്. തുടങ്ങ്, ഇത് എത്രയോ കാലമായി, അല്ലേ? അവിടെ ആ സ്വപ്നത്തിൽ ഇന്നലകളും മിനിഞ്ഞാന്നുകളും വർഷങ്ങളും പാസ്റ്റ് കുറെ ഞാൻ കണ്ടു. അപ്പൊ എങ്ങനെ എപ്പോഴാ തുടങ്ങിയെന്ന് പറയാൻ പറ്റുക? അപ്പൊ അതുപോലെ സ്വപ്നം കാണുന്ന ഒരാൾക്ക് സ്വപ്നം എപ്പോൾ ആരംഭിച്ചു എന്ന് പറയാൻ കഴിയാത്തതുപോലെ സുഷുപ്തിയിലേക്ക് വീണ ഒരാൾക്ക് സുഷുപ്തിയിൽ കിടന്നുകൊണ്ട് താൻ എപ്പോഴാണ് ഉറങ്ങിയത് എന്ന് പറയാൻ കഴിയാത്തതുപോലെ ഇനി ഉണർന്നാലും പറ്റില്ല. ഉണർന്നാലും കൃത്യസമയം സൂചിപ്പിക്കാൻ പറ്റില്ല. ഏകദേശമൊക്കെ പറയാന്നേ ഉള്ളൂ, അല്ലേ? ഞാൻ ക്ലോക്കിൽ 12 അടിക്കണ കേട്ടു. നമ്മുടെ പണ്ടത്തെ ക്ലോക്കുകളൊക്കെ പെൻഡുലം ആടിക്കൊണ്ട് അതാത് സമയത്ത് നാഴിക മണി മുഴക്കും. അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പം അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മൾ രാത്രിയിൽ ഉറക്കം വരാതെ കിടന്നാൽ 12 അടിക്കുന്ന കേട്ടു, പിന്നെ 12:30 അടിക്കുന്ന കേട്ടില്ല. പിന്നെ ഒരു അടി അടിക്കും 12:30-ക്ക്, 1 മണിക്ക് 1 അടിക്കും. ഇങ്ങനെ അതൊന്നും കേട്ടില്ല. 12 അടിക്കുന്നത് ഓർമ്മയുണ്ട്.
അപ്പോൾ 12 മണിക്ക് ശേഷവും 12:30 ഇടയ്ക്കുമാണ് ഉറങ്ങിയത് എന്ന് ഊഹിക്കാം. അത്രേ ഉള്ളൂ. കൃത്യമായിട്ട് പറയാൻ ആവില്ല. അപ്പൊ അതുപോലെയാണ് നമ്മളുടെ അവിദ്യ, അജ്ഞാനം എന്നാണ് നമ്മളെ പിടികൂടിയത്, എത്ര കാലമായി, എത്ര വർഷങ്ങളായി, എത്ര ജന്മങ്ങളായി, എത്ര കൽപ്പങ്ങൾ നമ്മളും കഴിഞ്ഞു എന്നൊന്നും അറിയില്ല. അല്ലേ? ബ്രഹ്മാവിന്റെ എത്ര കൽപ്പങ്ങൾ കഴിഞ്ഞു കാണുമോ അറിയില്ല. അതോ ഇന്നലെ പിടികൂടിയ അല്ലെങ്കിൽ നമ്മളെ ഈ ജന്മത്തിൽ തുടങ്ങിയതാണോ അറിയില്ല. അറിയാൻ വഴിയില്ല. അപ്പോ അനാദിയായ അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട് ഉപഹത ആത്മസംവിദ, മറയപ്പെട്ട, ബാധിക്കപ്പെട്ട ആത്മജ്ഞാനത്തോടു കൂടിയവരാണ് ഈ ഞങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് ആത്മജ്ഞാനമില്ല. അതുകൊണ്ട് തന്നെ എന്തായി? തന്മൂല സംസാര പരിശ്രമാതുരാഹ. തന്മൂലം, ഈ അവിദ്യ മൂലം, ആത്മജ്ഞാനമില്ലായ്മ മൂലം ഉണ്ടായിട്ടുള്ള സംസാര പരിശ്രമം, ഈ സംസാരത്തിൽ കിടന്നുള്ള പരിശ്രമങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്തിനാ? സുഖപ്രാപ്തിക്ക് വേണ്ടി, ദുഃഖ നിവാരണത്തിന് വേണ്ടി നെടലിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പരിശ്രമ ആതുരാഹ, ആതുരാഹ ദീനാഹ പരവശാഹ, വല്ലാതെ തളർന്നവരായിരിക്കണോ, ദുഃഖിതരായിരിക്കണോ. എത്ര പണിയെടുത്തിട്ടും ഈ ഓട്ടയൊന്നും അടയ്ക്കാൻ പറ്റുന്നില്ല. ഇത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അജ്ഞാനം കൊണ്ട് അഥവാ ആത്മജ്ഞാനമില്ലായ്മ കൊണ്ടുണ്ടായ സംസാര പരിശ്രമങ്ങളാൽ വളരെ ആതുരരാണ് ഞങ്ങൾ. ഇപ്പൊ ഇതാ എന്തായിരിക്കണു? യദൃച്ഛയാ ഇഹ ഉപസൃതാഹ. ഞങ്ങള് ആകസ്മികമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ആകസ്മികതയൊന്നുമില്ല ഇവിടെ. എല്ലാറ്റിനും കാരണമുണ്ട്. നമുക്കറിയുന്നില്ല അകസ്മാത് എന്തുകൊണ്ടാണ് എന്നറിയാത്തത് കൊണ്ട് അകസ്മാത് എന്ന് നമ്മൾ പറയണം. ഈ അകസ്മാത് എന്നുള്ളതിന്റെ ഭാവമാണ് ആകസ്മികത. ആകസ്മികം എന്ന് പറയുന്നത് എവിടുന്നുണ്ടായി, എങ്ങനെ സംഭവിച്ചു, വാട്ട് ഈസ് ദ റീസൺ, ഇതറിയാത്തതിനെയാണ് ആകസ്മികം എന്ന് പറയുന്നത്. ഇതെല്ലാം പ്ലാൻഡാണ്. ഇവിടെ യദൃച്ഛയായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാറ്റിനും അതിന്റെ തിരക്കഥ പുറകിലുണ്ട്. അദൃഷ്ടമാണ്. നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ആകസ്മികം. കാണുന്ന ഒരാൾ ഇരുന്ന് ചിരിക്കുന്നുണ്ട് എല്ലാം കണ്ടിട്ട്. അപ്പൊ യദൃച്ഛയാ ഇഹ ഉപസൃതാഹ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു നമ്മള്. അങ്ങനെയുള്ള നമ്മള് ഈ ലോകത്തില്, ഈ മനുഷ്യ ജന്മത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. ഇപ്പതാ യം ആപ്നുയുഹു, ഏതൊരുവനെ പ്രാപിക്കുന്നുവോ, ഏതൊരുവനെ പ്രാപിക്കുമോ, ഏതൊരുവനാണോ ആത്യന്തികമായിട്ടുള്ള നമ്മൾ പ്രാപിക്കേണ്ടത്, ആ വിമുക്തിദഃ ഭവാൻ നഹ പരമഃ ഗുരുഹു. ഏതൊരു ഭഗവാനെ പ്രാപിച്ചാലാണോ നമുക്ക് വിമുക്തി ഉണ്ടാവുക. അവൻ വിമുക്തിദൻ, വിമുക്തിം ദദാതീതി വിമുക്തിദഃ. നമ്മളെ ഈ പറഞ്ഞ സംസാര പരിശ്രമ ആതുരതയിൽ നിന്നും, അല്ലെങ്കിൽ അതിന് കാരണമായിരിക്കുന്ന ആത്മജ്ഞാനം ഇല്ലായ്മയിൽ നിന്നും അഥവാ അവിദ്യയിൽ നിന്നും നമ്മളെ രക്ഷിച്ച് നമ്മളെ മുക്തരാക്കുന്ന, അല്ലെ, ഉപനിഷത്ത് പറയുന്ന ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. അപ്പൊ ഇതാ വരനെ പ്രാപിച്ചിരിക്കുകയാണ്. വരാൻ പ്രാപ്യ നിബോധത എന്നാണ് ഉപനിഷത്ത് നമ്മളോട് ഗർജിക്കുന്നത്. ശ്രേഷ്ഠന്മാരായവരെ, ഉണർന്നിരിക്കുന്നവരെ, സത്യം സാക്ഷാത്കരിച്ചവരെ, ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം, ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കുന്ന ഗുരുക്കന്മാരെ പ്രാപിച്ച് നിബോധത, ഉണരുവിൻ, സത്യത്തിലേക്ക്, സത്യത്തിന്റെ ബോധമുണ്ടാവുവിൻ, ആത്മജ്ഞാനം നേടുവിൻ. അതിന് ഉത്തിഷ്ഠത, എഴുന്നേൽക്കുവിൻ, ജാഗ്രത, ഉണരുവിൻ. അപ്പോൾ എഴുന്നേൽക്കുകയും ഉണരുകയും ചെയ്ത് അറിവുള്ളവരെ, മഹാത്മാക്കളെ സമീപിച്ച് അറിയേണ്ടത് അറിയുകയാണ്, ആത്മാവിനെ കുറിച്ച് ബോധിക്കുകയാണ് വേണ്ടത് എന്ന് ഉപനിഷത്ത് പറഞ്ഞു. അത് തന്നെയുള്ള വിമുക്തിദ, ആ വിമുക്തിയെ ദാനം ചെയ്യുന്ന അങ്ങ് ഭവാൻ നഹ പരമഃ ഗുരുഹു. നഹ അസ്മാകം, ഞങ്ങൾക്ക് പരമഃ ഗുരു, ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവാകുന്നു. അങ്ങേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഗുരു ഇല്ല. സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ഗുരു.
അപ്പൊ ഇതാ അങ്ങയെ തന്നെ ഞങ്ങൾക്ക് ഗുരുവായി കിട്ടിയിരിക്കുന്നു. ആ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ നേരെ ഉണ്ടാവണം. ഞങ്ങളുടെ അനാദിയായ അവിദ്യയെ നശിപ്പിച്ചു തരണം. അതുതന്നെയാണ് മത്സ്യാവതാര രൂപിയായിട്ടുള്ള ഭഗവാൻ വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ അറിവിനെ ഉപദേശിച്ചു എന്ന് തന്നെയാണ് താല്പര്യം. കാലം കൊണ്ട് നമ്മൾക്കൊക്കെ നഷ്ടപ്പെട്ടു, നമ്മളൊക്കെ ഉറക്കത്തിൽപ്പെട്ടു പോയി. ബ്രഹ്മാവ് ഉറക്കത്തിൽപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉറക്കത്തിൽപ്പെടൽ തന്നെയാണ്. സമഷ്ടിയുടെ ഉറക്കമാണ് ബ്രഹ്മാവിന്റെ ഉറക്കം. ഉറക്കത്തിൽപ്പെടുമ്പോൾ എന്തായി? നമ്മുടെ അറിവെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ആ അറിവിനെല്ലാം ഉണർന്നു വരുമ്പോൾ ഭഗവാൻ നമുക്ക് വീണ്ടു തരുന്നത് പോലെ നമുക്കിപ്പോഴുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ലൗകികമായ അറിവുകളാണ് നമ്മൾ ഉണരുമ്പോൾ നമുക്ക് കൂടെ വരുന്നത്. ഇനിയൊരു ശരിക്കുള്ള ഉണർവ് വേണം. ലോകത്തിലേക്കുള്ള ഉണർവല്ല, സത്യത്തിലേക്കുള്ള ഉണർവ്. അതിന് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. ഭഗവാൻ തന്നെ ശരിക്ക് തട്ടി ഉണർത്തണം നമ്മളെ. വേണ്ട പോലെ നമ്മളെ ഉണർത്തണം. അതാണ് പ്രാപ്യവരാൻ നിബോധത. അപ്പൊ അങ്ങനെയുള്ള പരമഹ ഗുരു, പരമഗുരുവാകുന്നു അങ്ങ് എന്ന് ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഗുരുവായിട്ടാണ് ഇവിടെ മത്സ്യരൂപിയായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്നത്, ആദികേശവനെ സ്തുതിക്കുന്നത്. അനാദ്യ വിദ്യോപഹത ഉപഹതാത്മസംവിദ തന്മൂല സംസാര പരിശ്രമാതുരാഹ യദൃച്ഛയേഹോപസൃതായമാപ്നുയുഃ വിമുക്തിദോനഃ പരമോ ഗുരുർഭവാൻ. ജനോബുദോയം നിജകർമ്മബന്ധനഃ സുഖേച്ഛയാ കർമ്മസമീഹത്തെ അസുഖം യൽ സേവയാ താം വിദുനോത്യസന്മതിം ഗ്രന്ഥിം സബിന്ധ്യാദ് ഹൃദയം സനോ ഗുരുഃ. ജനോബുദോയം നിജകർമ്മബന്ധനഃ സുഖേച്ഛയാ കർമ്മസമീഹത്തെ സുഖം യൽ സേവയാ തം വിദുനോത്യസന്മതിം ഗ്രന്ഥിം സബിന്ധ്യാദ് ഹൃദയം സനോ ഗുരുഃ. ജനഃ അബുദഃ അയം നിജകർമ്മബന്ധനഃ. അപ്പൊ നിജകർമ്മബന്ധനഃ അബുദഃ അയം ജനഃ. നിജകർമ്മബന്ധനഃ, അവനവന്റെ കർമ്മങ്ങളാൽ തന്നെയാണ് അവനവൻ സ്വയം ബന്ധിച്ചിരിക്കുന്നത്. വേറെ ആരും നമ്മളെ ബന്ധിച്ചിട്ടില്ല. നമ്മുടെ ദുഃഖങ്ങൾക്ക്, നമ്മുടെ ബന്ധനത്തിന് വേറെ ആരും ഉത്തരവാദിയല്ല. അവനവന്റെ കർമ്മങ്ങൾ തന്നെയാണ്. ഈ കർമ്മങ്ങളൊക്കെ അജ്ഞാനജന്യമാണ്. അപ്പൊ അവനവന്റെ അജ്ഞാനത്താൽ തന്നെയാണ് അവനവൻ സ്വയം ഈ കുരുക്കിൽ പെട്ടിരിക്കുന്നത്, ഈ സംസാര ബന്ധത്തിൽ പെട്ടിരിക്കുന്നത്, കർമ്മബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ ഈ കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുരുക്കുകൾ മുറുക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? കുരുക്കുകളൊക്കെ അഴിച്ചെടുക്കണോ? കുരുക്കൊക്കെ അഴിച്ചെടുക്കാൻ നമുക്ക് അറിയുന്നില്ല എങ്ങനെയൊക്കെയാ കുരുങ്ങിപ്പോയത് എന്ന്. അതുകൊണ്ട് കുരുക്കഴിക്കാൻ ഒരാളുടെ സഹായം തേടുകയാണ് ഇവിടെ. ആരാണ് കുരുക്കഴിക്കുന്നത്? ഇവിടെ ഭഗവാൻ തന്നെ ഗുരുവായി വന്ന് നമ്മുടെ അജ്ഞാന കർമ്മബന്ധനങ്ങളുടെ കുരുക്കിനെ അഴിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ നിജകർമ്മബന്ധനഃ അബുദഃ അയം ജനഃ. അബുദഃ, ബുദ്ധിയില്ലാത്ത അജ്ഞാനികളായിരിക്കുന്ന, അവിവേകികളായിരിക്കുന്ന അയം ജനഃ, ഈ ലോകത്തിലുള്ള ജനങ്ങളെല്ലാം അസുഖം യഥാ തഥാ സുഖേച്ഛയാ കർമ്മ സമീഹത്തെ. സുഖേച്ഛയാ കർമ്മ സമീഹത്തെ, സുഖം ഇച്ഛിച്ചുകൊണ്ടാണ് കർമ്മങ്ങളെയെല്ലാം അനുഷ്ഠിക്കുന്നത്. പക്ഷേ അസുഖം യഥാ തഥാ കരോതി. എങ്ങനെയായാൽ അസുഖമുണ്ടാകുമോ അത് പ്രകാരത്തിലാണ് അവർ ചെയ്യുന്നത്. സുഖമാണ് ഇച്ഛിക്കുന്നത്, പക്ഷെ വന്നു ചേരുന്നതെല്ലാം അസുഖം. നമ്മുടെ വിദുര മഹാശയന്റെ മൈത്രേയ മഹർഷിയോടുള്ള ചോദ്യം തന്നെയാണ് അവിടെ, അല്ലേ? സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാന്യതുപാരമം വ വിന്ദേത ഭൂയഃ തതയേവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്നഃ. തൃതീയ സ്കന്ധത്തിലെ 5-ാം അധ്യായത്തിലെ വിദുര മൈത്രേയ സംവാദം ആരംഭിക്കുമ്പോൾ വിദുര മഹാശയൻ മൈത്രേയ മഹർഷിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇവിടെ. വാക്കുകൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടിരിക്കണമെന്നേ ഉള്ളൂ.
സുഖായ കർമാണി കരോതി ലോകഃ. ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും സുഖമിച്ഛിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. സുഖേച്ഛയാ കർമ്മസമീഹതേ. സുഖത്തെ ഇച്ഛിച്ചുകൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നു. പക്ഷേ അസുഖം യഥാ തഥാ. എപ്രകാരമായാൽ അസുഖമുണ്ടാകുമോ അപ്രകാരമാണ് അവർ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതാണ് സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാ അന്യതുപാരമം വാ. സുഖം ലഭിക്കുന്നുമില്ല, അന്യത് സുഖത്തിന്റെ വിപരീതമായ ദുഃഖം ഉപരമിക്കുന്നുമില്ല. വിന്ദേത ഭൂയ തതയേവ ദുഃഖം. വീണ്ടും അതേ കർമ്മം കൊണ്ട് വർദ്ധിച്ച ദുഃഖമാണ് പ്രാപിക്കുന്നത്. യതത്ര യുക്തം. ഈ കാര്യത്തിൽ എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്? സർവജ്ഞനായ അങ്ങ് പറഞ്ഞു തരൂ. ഭഗവാൻ വദേത് നഹ എന്ന് അവിടെ ആവശ്യപ്പെട്ടത് തന്നെയാണ്. ഇവിടെ യത് സേവയാ താം അസന്മതിം വിദുനോതി. യത് സേവയാ, യാതൊരുവന്റെ സേവ കൊണ്ട്, ഏതൊരു ഭഗവാന്റെ, ഏതൊരു ഗുരുവിന്റെ. ഇവിടെ ഗുരുവും ഭഗവാനും ഒന്നു തന്നെയാണ്. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ. ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ല, നിശ്ചയിച്ചോർക്കുമ്പോൾ ഒന്നു തന്നെ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ യത് സേവയാ, ഏതൊരു ഈശ്വര സേവ കൊണ്ട്, ഏതൊരു ഗുരുസേവ കൊണ്ട്, താം അസന്മതിം വിദുനോതി, ആ അസത്തായ ബുദ്ധിയെ നശിപ്പിക്കുന്നുവോ. ഗുരുവിനെ സേവിക്കുമ്പോഴാണ് ഗുരു നമ്മുടെ അസത്മതികളെ, തെറ്റിദ്ധാരണകളെ, മോഹങ്ങളെ, മൂഢതയെ എല്ലാം നശിപ്പിച്ചു കളയുന്നത്. തല്ലി ഉടച്ച് കയ്യിൽ തരും. താം അസന്മതിം വിദുനോതി സഹ ഗുരു ഹൃദയഗ്രന്ഥിം ബിന്ദ്യാത്. സഹ ഗുരു, ആ ഗുരു ഹൃദയഗ്രന്ഥിം ബിന്ദ്യാത്, എന്റെ ഹൃദയഗ്രന്ഥിയെ ഭേദിച്ചു തരണം. ഇവിടെ ഏതാണ് ഹൃദയഗ്രന്ഥി? ഫിസിക്കൽ ഹൃദയമല്ല, ബയോളജിക്കൽ ഹൃദയമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ഏത് ഹൃദയഗ്രന്ഥി? അവിദ്യ, കാമം, കർമ്മം. അപ്പൊ മുമ്പേ പറഞ്ഞ നിജകർമ്മബന്ധന എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയ കുരുക്ക്. ഈ കുരുക്കഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ കൂടുതൽ കൂടുതൽ കുരുക്കിലാക്കുകയാണ്, നമ്മൾ കുരുങ്ങിക്കിടക്കുകയാണ്. ഇത് പൊട്ടിച്ച് നമ്മളെ കരകയറ്റാൻ, ഈ വലയിൽ നിന്ന് പുറത്ത് കടക്കാൻ ഭഗവാൻ ഗുരുവായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഹൃദയഗ്രന്ഥിയെ ഭിന്ദ്യ, ഗുരുവായ അങ്ങ് അജ്ഞാനത്തെ നശിപ്പിച്ച്, അവിദ്യയെ നശിപ്പിച്ച്, കാമം, കർമ്മം എന്നുള്ള കെട്ടുകളെയും പൊട്ടിച്ചു തരണം, കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം. ഇതാണ് വളരെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനകളാണ്. ജനോബുദോയം നിജകർമ്മബന്ധനഃ സുഖേച്ഛയാ കർമ്മസമീഹതേ സുഖം യൽ സേവയാ താം വിദുനോത്യസന്മതിം ഗ്രന്ഥിം സബിന്ദ്യാത് ഹൃദയം സമോ ഗുരു. യൽ സേവയാഗ്നേരിവ രുദ്രരോദനം പുമാൻ വിദഹ്യാത് മലമാത്മനസ്തമഃ ഭജേത വർണ്ണം നിജമേഷ സോവ്യയോ ഭൂയാത് സൈഷഃ പരമോ ഗുരോർഗുരു. യൽ സേവയാഗ്നേരിവ രുദ്രരോദനം പുമാൻ വിദഹ്യാത് മലമാത്മനസ്തമഃ ഭജേത വർണ്ണം നിജമേഷ സോവ്യയോ ഭൂയാത് സൈഷഃ പരമോ ഗുരോർഗുരു. യൽ സേവയാ പുമാൻ ആത്മനഃ തമഃ മലം വിദഹ്യാത്. യൽ സേവയ, ഏതൊരു ഈശ്വരന്റെ അല്ലെങ്കിൽ ഏതൊരു ഗുരുവിന്റെ സേവ കൊണ്ട്, ഏതൊരു ഈശ്വര ഭക്തി കൊണ്ട്, ഗുരുഭക്തി കൊണ്ട് എന്നൊക്കെ അർത്ഥമാണ്. സേവ എന്ന് പറഞ്ഞാൽ ഭജനം, ഭജ് സേവായാം. ഭജനം ഭക്തി തന്നെയാണ്. അപ്പൊ ഏതൊരു ഗുരുവിനോടുള്ളതായിട്ടുള്ള പരമമായ ബഹുമാനപൂർവമായ പ്രേമം, ഭക്തി, അതുപോലെ ഈശ്വരനോടുള്ളതായിട്ടുള്ള ഭക്തി, ആ സേവ കൊണ്ട് പുമാൻ ഒരു പുരുഷൻ വിദഹ്യാത്, വിശേഷേണ ദഹ്യാത് ദഹിപ്പിച്ചു കളയും. എന്തിനെ? മലം ആത്മനഃ തമഃ. ആത്മനഃ തമോമലം, അവനവന്റെ തമോമലത്തെ, അജ്ഞാനമാകുന്ന മാലിന്യത്തെ ദഹിപ്പിച്ചു കളയും. ആരെ സേവിച്ചാൽ? ഗുരുവിനെ. കാരണം ഗുരു ജ്വലിക്കുന്ന അഗ്നിയാണ്, സ്വയം പ്രകാശിക്കുന്ന അഗ്നി സ്വരൂപനാണ് ഗുരു.
ആ ഗുരുവിന്റെ അടുത്തിരുന്നാലോ നമുക്കും പടർന്ന് പിടിക്കും. നമ്മൾ എത്ര തണുത്ത സാധനമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ തീ പിടിച്ചോളും. അതാണ് ഗുരുക്കന്മാരുടെ അടുത്തിരിക്കുന്നതിന്റെ ഗുണം. അതാണ് ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ ജ്വലിക്കുന്ന തേജോരൂപികളാണ്, അഗ്നിസ്വരൂപികളാണ്. അവരുടെ അടുത്തിരുന്നാൽ ഈ അഗ്നി നമ്മളെയും പടർന്ന് പിടിക്കും. അതുപോലെ ഇവിടെ യൽ സേവയാ പുമാൻ വിദഹ്യാത് ആത്മനഃ തമോമലം, അവനവന്റെ തമോമലത്തെ, മാലിന്യങ്ങളെ മുഴുവൻ, ഉള്ളിലുള്ള അജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ള സകല തെറ്റിദ്ധാരണകളാകുന്ന മാലിന്യ കൂമ്പാരങ്ങളെ മുഴുവൻ ദഹിപ്പിച്ചു കളഞ്ഞു. അല്ലേ, ഒരു ചെറിയ തരി മതി അഗ്നി, അഗ്നി ഒരു കനൽ മതി എല്ലാറ്റിനെയും ദഹിപ്പിക്കാൻ. അപ്പൊ ആ ഗുരുവിനെ സേവിച്ചു കഴിഞ്ഞാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാപരേ എന്ന് ഉപനിഷത്തും ഭാഗവതവും ഒക്കെ പറഞ്ഞിട്ടുള്ള ആ അവസ്ഥയെ പ്രാപിക്കുന്നു. അപ്പോ ആത്മനഃ തമഃ മലം വിദഹ്യാത്, ഏതുപോലെ എന്ന് ഉദാഹരണം പറഞ്ഞതാണ്. അഗ്നേരിവ രുദ്രരോദനം ഭജേത വർണ്ണം. രുദ്രരോദനം എന്നുള്ളത് സ്വർണത്തിന്റെ പര്യായമാണ്. സ്വർണം, വെള്ളി ഇതൊക്കെ രുദ്രന്റെ കണ്ണുനീരിൽ നിന്നുണ്ടായതാണെന്നൊരു കഥയുണ്ട് പുരാണങ്ങളിൽ. രുദ്രന്റെ രേതസ്സിൽ നിന്നാണെന്നും നമ്മൾ ഭാഗവതത്തിലും കണ്ടിട്ടുണ്ട്. അല്ലെ, ഭഗവാൻ രേതസ് സ്കലിച്ചത് ശങ്കരമോഹനത്തില് കണ്ടു. അതൊക്കെ വെള്ളിയും സ്വർണവുമായി തീർന്നു. ഇവിടെ രോദനം എന്നുള്ളതിനെ ആ അർത്ഥത്തിലും എടുക്കാം. അല്ലെങ്കിൽ രുദ്രന്റെ കണ്ണുകളിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന് ഉണ്ടായതാണ് സ്വർണവും വെള്ളിയും എന്നൊക്കെയുള്ള കഥയുമുണ്ട്. അപ്പൊ രുദ്രരോദനം എന്ന് പറഞ്ഞാൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി. ഇത് അഗ്നേഹേ സേവയാ ഇവ, അഗ്നിയുടെ സേവ കൊണ്ട് അതിന്റെ ആത്മനഃ മലം വിദഹ്യാത്, അതിൽ വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളെ മുഴുവൻ കത്തിച്ചു കളയും, ദഹിപ്പിച്ചു കളയും. എന്നിട്ടോ ഭജേത വർണ്ണം, സ്വന്തം വർണ്ണത്തെ അത് സേവിക്കും എന്ന് പറഞ്ഞാലോ വെട്ടിത്തിളങ്ങും. അഗ്നിയുടെ സാന്നിധ്യത്തില് സ്വർണം, വെള്ളി മുതലായവ കുഴിച്ചെടുത്തതായിട്ടുള്ള അതിന്റെ അയിര്, അതിലെ സർവ്വ മാലിന്യങ്ങളെയും ദഹിപ്പിച്ചു കളഞ്ഞ് എങ്ങനെയാണോ അതിന്റെ സ്വരൂപത്തെ, അതിന്റെ സ്വവർണത്തെ പ്രാപിക്കുന്നത്, അതാണ് ഭജേത വർണ്ണം. അതുപോലെ എന്ന് ദൃഷ്ടാന്തം പറഞ്ഞാണ് ഗുരുവിനെ സേവിച്ചാൽ. ഇപ്പോൾ സ്വർണവും വെള്ളിയും അഗ്നിയെ സേവിച്ചാൽ അതിന്റെ മാലിന്യങ്ങളെ ദഹിപ്പിച്ചു കളഞ്ഞ് സ്വന്തം വർണ്ണത്തെ ആവിഷ്കരിക്കും. നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഗുരുക്കന്മാരെ സേവിച്ച് ഗുരുക്കന്മാരാകുന്ന അഗ്നിയിൽ നിന്ന് തീ പടർന്ന് നമ്മുടെ ഉള്ളിലുള്ള തമോമലങ്ങളെ, അജ്ഞാനമലങ്ങളെ മുഴുവൻ ദഹിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ തിളങ്ങുന്നതായിട്ടുള്ള സ്വരൂപത്തെ, ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. അതാണ് നിജം ഏഷ സോവ്യയോ ഭൂയാത് സ ഈശഃ പരമോ ഗുരോർ ഗുരു. അപ്പൊ അങ്ങനെയുള്ള അവ്യയഃ ഈശഃ, വ്യയരഹിതനായ, നാശരഹിതനായ, സർവത്തിന്റെയും നിയന്താവായ ഈശ്വരനായ ഏഷഃ, ഈ ഭഗവാൻ, ഈ മത്സ്യരൂപി, ഗുരോഹോ പരമഃ ഗുരുഹു ഭൂയാത്, ഗുരുവിനും പരമഗുരുവായി, ഗുരുവിന്റെയും പരമഗുരുവായി ഭവിക്കട്ടെ. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ ഗുരുവായിട്ട് ഈ മത്സ്യരൂപിയായ ഭഗവാൻ ഭവിക്കട്ടെ എന്ന് ആ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. യൽ സേവയാഗ്നേരിവ രുദ്രരോദനം പുമാൻ വിദഹ്യാത് മലമാത്മനസ്തമഃ ഭജേത വർണ്ണം നിജമേഷ സോവ്യയോ ഭൂയാത് സ ഈശഃ പരമോ ഗുരോർ ഗുരുഃ. ഇവിടെ സേവാശബ്ദത്തിന് ഭക്തി, ഭജനം എന്നൊക്കെ തന്നെയാണ് അർത്ഥം. ഭക്തി കൊണ്ടാണ് നമ്മുടെ അജ്ഞാനം അല്ലെങ്കിൽ എന്താ പറയുക, അഹങ്കാരാദി മാലിന്യങ്ങളൊക്കെ നശിച്ചു പോവുക. ഭക്തി എല്ലാ മാലിന്യങ്ങളെയും കഴുകിക്കളയും, എല്ലാറ്റിനെയും ശുദ്ധീകരിക്കും. അങ്ങനെ ഗുരുസേവ, ഈശ്വര സേവ കൊണ്ട്, ഭക്തി കൊണ്ട് എന്റെ അജ്ഞാന മാലിന്യങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടണം. അങ്ങ് എനിക്ക് ഗുരുവായി ഭവിക്കണം. അങ്ങയുടെ ഉള്ളിലുള്ള അങ്ങയുടെ ആ ഗുരുത്വത്തെ, മഹത്വത്തെ ഞാൻ കാണുമാറാകണം. ഗുരുക്കന്മാരൊക്കെ എപ്പോഴും ഗുരുക്കന്മാർ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അവർ ഗുരുക്കന്മാരാകുന്നില്ല. എപ്പോഴാണോ നമ്മൾ അവരുടെ ഗുരുത്വത്തെ റിയലൈസ് ചെയ്യുന്നത്, അപ്പോഴേ അവർ നമ്മുടെ ഗുരുവാകുന്നുള്ളൂ. അല്ലേ? അല്ലെങ്കിൽ
നമ്മളെപ്പോലെ ഒരാള്, നമ്മുടെ ഇടയിലുള്ള ഒരാള് എന്നേ നമ്മൾ കാണുള്ളൂ. അവരുടെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ അതിന് കുറച്ചു കാലം അടുത്തിരിക്കണം, അവരുടെ അടുത്ത് ഉപവസിക്കണം. അപ്പോഴാണ് അവരുടെ ഗുരുത്വം അറിയാൻ കഴിയുക. അപ്പൊ സേവിക്കണം. നയത് പ്രസാദായുധ ഭാഗലേശം അന്യേ ച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേതാഃ പ്രഭവന്തി പുംസഃ തമീശ്വരം ത്വാ ശരണം പ്രപദ്യേ. നയത് പ്രസാദായുധ ഭാഗലേശം അന്യേ ച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേതാഃ പ്രഭവന്തി പുംസഃ തമീശ്വരം ത്വാ ശരണം പ്രപദ്യേ. യത് പ്രസാദ അയുതഭാഗലേശം അന്യേ ച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേതാഃ പ്രഭവന്തി പുംസഃ. പുംസഃ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്, ഒരു വ്യക്തിക്ക് ഈ പറയുന്ന അന്യേ ദേവാഹ മറ്റു ദേവന്മാരും എല്ലാവരും തന്നെ, ജനാഹ ഗുരവഹ മറ്റു ഗുരുക്കന്മാരും മറ്റു ജനങ്ങളും എല്ലാവരും സ്വയം സമേതാഹ ഒത്തുകൂടിയാൽ പോലും, എല്ലാവരും ഒത്തുപിടിച്ചാൽ പോലും യത് പ്രസാദ അയുധഭാഗലേശം കർത്തും ന പ്രഭവന്തി. യത് പ്രസാദ ഏതൊരു മഹാഗുരുവിന്റെ പ്രസാദത്തിന്റെ അയുധഭാഗലേശം, അയുധം 10,000 ഭാഗലേശം ഭാഗത്തിന്റെ അംശം. അപ്പോ ഈ മഹാഗുരുവായ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ 10,000-ൽ ഒരു അംശം പോലും ആവില്ല ബാക്കിയുള്ള ദേവന്മാരും ഗുരുക്കന്മാരും ജനങ്ങളും എല്ലാരും കൂടി ചേർന്ന് പിടിച്ച് നമ്മളെ അനുഗ്രഹിച്ചാലും. അങ്ങനെ ഒരു ഭഗവാന്റെ ഈ തന്റെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്ന ഗുരുവിനെ അത്രയും വിശേഷമായി സ്തുതിക്കണതായിരിക്കണം നമുക്ക് ഭാവം. നമ്മുടെ മുമ്പിൽ വരുന്ന ഗുരുക്കന്മാരോട് നമുക്ക് അത്രയും ഒരു ഗുരുത്വം ഉണ്ടാകണം, മഹത്വം ഉണ്ടാകണം. അപ്പോഴേ നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന അളവ് പാത്രങ്ങളെ കൊണ്ട് അവരെ അളന്ന് ചെറുതാക്കി അവരുടെ ഗുരുത്വത്തെ ലഘുത്വമാക്കിയാൽ ഒരു പ്രയോജനവുമില്ല. നമ്മൾ തന്നെയാണ് ലൂസേഴ്സ്. അതുകൊണ്ട് നഷ്ടമുണ്ടാവാതിരിക്കണമെങ്കിൽ ഗുരുക്കന്മാരെ ഗുരുക്കന്മാരായി തന്നെ കാണുക. അതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും എന്താ പറയുക, മറ്റുള്ള എല്ലാ ദേവന്മാരും എല്ലാ ഗുരുക്കന്മാരും എല്ലാ ജനങ്ങളും ചേർന്ന് അനുഗ്രഹിച്ചാൽ പോലും എന്റെ മുമ്പിൽ ഇപ്പോ നിൽക്കുന്ന ഈ മത്സ്യരൂപിയായ ഭഗവാൻ, എന്റെ പരമഗുരുവായിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന്റെ 10,000-ൽ ഒരു അംശം പോലും ആവുകയില്ല. അപ്പൊ അവനവന്റെ ഗുരുക്കന്മാരോട് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട ഭാവമാണ് ഈ പറഞ്ഞത്. അങ്ങനെയുള്ള യത് പ്രസാദ അയുധ ഭാഗലേശം അന്യേ ച ദേവാ ഗുരവോ ജനാ സ്വയം കർത്തും സമേത ന പ്രഭവന്തി പുംസഃ തം ഈശ്വരം ത്വാ ശരണം പ്രപദ്യേ. ആ ഈശ്വരനായ അങ്ങയെ, ത്വാ എന്ന് പറഞ്ഞാൽ ത്വാം തന്നെ, അഹം ശരണം പ്രപദ്യേ, ഞാൻ ശരണം പ്രാപിക്കുന്നു, ഞാൻ സറണ്ടർ ചെയ്യുന്നു, എന്നെ തന്നെ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇനി അങ്ങാണ് എന്റെ ഉടമസ്ഥൻ, അങ്ങാണ് എന്റെ സ്വാമി, അങ്ങ് ആജ്ഞാപിക്കുക, ഞാൻ അനുസരിക്കുന്നു, അങ്ങ് ഉപദേശിക്കുന്നു, ഞാനത് ഗ്രഹിക്കുന്നു, ശിരസാധരിക്കുന്നു. അങ്ങ് ഈശ്വരനാണ്, നിയന്താവാണ്, അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കും. തമീശ്വരം ത്വാ ശരണം പ്രപദ്യേ. അചക്ഷുരന്ധസ്യ യഥാ ഗ്രണീകൃതഃ തദാ ജനസ്യാവിദുഷോ ബുധോ ഗുരുഃ ത്വമർക്കദൃക് സർവദൃശാം സമീക്ഷണോ വൃതോ ഗുരുർനഃ സ്വഗതിം ബുബുൽസതാം. അചക്ഷുരന്ധസ്യ യഥാ ഗ്രണീകൃതഃ തദാ ജനസ്യാവിദുഷോ ബുധോ ഗുരുഃ ത്വമർക്കദൃക് സർവദൃശാം സമീക്ഷണോ വൃതോ ഗുരുർനഃ സ്വഗതിം ബുബുൽസതാം. ഉപനിഷത്തിൽ പറയുന്ന, കഠോപനിഷത്തിൽ പറയും, അന്ധേ നൈവ നീയമാനായ താന്താഹ. കുരുടന്മാരാൽ നയിക്കപ്പെടുന്ന കുരുടന്മാരെന്ന പോലെ. ഇപ്പൊ കുരുടന്മാരെ നയിച്ചാൽ രണ്ടു കൂട്ടരും ചെന്ന് പടുകുഴികളിൽ പതിക്കും.
അതുപോലെ ഇവിടെ അചക്ഷുഹു അന്തസ്യ യഥാ അഗ്രണീഹി കൃതഃ. അചക്ഷുഹു എന്ന് പറഞ്ഞാൽ ചക്ഷുസില്ലാത്തവൻ, കണ്ണില്ലാത്തവൻ. അവൻ അന്തസ്യ യഥാ അഗ്രണീഹി കൃതഃ. യഥാ എപ്രകാരമാണോ അഗ്രണി, അഗ്രണി എന്ന് പറഞ്ഞാൽ മുമ്പേ നടക്കുന്നവൻ. അഗ്രേ നയതീതി അഗ്രണി, മുമ്പിൽ നയിക്കുന്നവൻ, വഴി കാണിക്കുന്നവൻ. അപ്പൊ അഗ്രണീയായിട്ട് ചെയ്യപ്പെട്ടു. എന്തായിരിക്കും അവസ്ഥ അല്ലെ? അപ്പോ ഒരു കണ്ണില്ലാത്തവൻ മറ്റൊരു കണ്ണില്ലാത്തവന്റെ നായകനായി തീർന്നാൽ, നയിക്കുന്നവനായാൽ യഥാ അഗ്രണീഹി കൃതഃ തഥാ പ്രകാരമാകുന്നു ജനസ്യ അവിദുഷോ അബുദോ ഗുരു. അവിദുഷഃ ജനസ്യ അബുദഃ ഗുരു. അവിദുഷഃ ജനസ്യ അവിദ്വാനായ സാധാരണ ജനങ്ങൾക്ക് അബുദഃ ഗുരു. അബുദഃ എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, ബോധമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, മൂഢനായിട്ടുള്ള ഒരു ഗുരു. അവിദ്വാനായിട്ടുള്ള ഒരാൾ ഗുരുവാകുന്നത്. സത്യമറിയാത്ത ഒരാൾ, സ്വയം ഇരുട്ടത്ത് തപ്പുന്ന ഒരാൾ, പരമാർത്ഥമറിയാത്ത ഒരാൾ മറ്റൊരു സാധാരണക്കാരനെ, ഒരു സംസാരിയെ നയിക്കുമ്പോൾ രണ്ട് സംസാരികളും കൂടി സംസാരത്തിൽ തന്നെ പതിക്കും. സംസാരത്തിൽ നിന്ന് കരകയറ്റുന്നവനാണ് ഗുരു. സംസാരത്തിലേക്ക് തന്നെ പതിപ്പിക്കുന്നവൻ ഗുരു എന്ന പേരിൽ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അബുദഃ ഗുരുഹു, ബോധമില്ലാത്തവൻ, ജ്ഞാനമില്ലാത്തവൻ, അവിദുഷഃ ജനസ്യ യഥാ, അവിദ്വാൻമാരായ സാധാരണക്കാരെ എങ്ങനെ നയിക്കുന്നുവോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ സ്വഗതിം ബുബുത്സതാം നഃ സർവദൃശാം സമീക്ഷണഃ അർക്കദൃക്ക് ത്വം ഗുരുഹു വൃതഃ. ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയണം. അപ്പൊ സ്വഗതിം ബുബുത്സതാം നഃ, സ്വഗതി എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപം, എന്റെ യഥാർത്ഥ സ്ഥിതി, ഞാൻ ആരാണെന്നുള്ള എന്റെ സ്വരൂപത്തെക്കുറിച്ച് ബുബുത്സത, ബുബുത്സ എന്ന് പറഞ്ഞാൽ ബോദ്ധും ഇച്ഛ, അറിയുവാനുള്ള ആഗ്രഹം, അതാണ് ബുബുത്സ. ബുഭുക്ഷ എന്താണ്? ബുഭുക്ഷ ഭോക്തും ഇച്ഛ, അനുഭവിക്കാൻ, ഭുജിക്കുവാൻ, ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ. അവിടെ ക്ഷയാണ് ബുഭുക്ഷ. ഭകാരം ആദ്യം തന്നെ നാലാമത്തെ ഭകാരവും പിന്നീട് ഭകാരം മൂന്നാമത്തെ, അങ്ങനെ ബുഭുക്ഷ അല്ല, നാലാമത്തെ ഭകാരം തന്നെ രണ്ടാമതും. ബുഭുക്ഷ ഭോക്തും ഇച്ഛ. ഇവിടെ എന്താണ്? ബുബുത്സ ബോദ്ധും ഇച്ഛ, അറിയാനുള്ള ആഗ്രഹം, അതാണ് ബുബുത്സതാം. അറിയാൻ ആഗ്രഹിക്കുന്നവരായ നഃ അസ്മാകം ഞങ്ങൾക്ക്. അപ്പൊ സ്വഗതിയെ അറിയാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് സർവദൃശാം സമീക്ഷണഃ അർക്കദൃക്ക് ത്വം ഗുരുഹു വൃതഃ. സ്വഗതിം എന്താണ്? സർവദൃശാം സമീക്ഷണഃ, എല്ലാവരുടെ കണ്ണുകളെയും പ്രകാശിപ്പിക്കുന്നവൻ, സമീക്ഷണനായിട്ടുള്ള അർക്കദൃക്ക്, സൂര്യനെ പോലെ സൂര്യസദൃശനായിരിക്കുന്ന ത്വം അങ്ങ് ഗുരുഹു വൃതഃ, ഗുരുവായി വരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരുടെ കണ്ണിനെയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവനാണ് സൂര്യൻ. ആ സൂര്യ സമാനനാണ് അങ്ങ്. അതാണ് അർക്കദൃക്ക് എന്ന് പറഞ്ഞ, അർക്ക സമാനഃ അർക്ക സദൃശഃ ഇതി അർത്ഥഃ. അപ്പോ അർക്കനെ പോലെ ഇരിക്കുന്ന സ്വയം പ്രകാശസ്വരൂപനായ ത്വം ഗുരുഹു വൃതഃ, അങ്ങ് ഗുരുവായി വരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ ഞങ്ങള് എന്താ പറയുക, സ്വയം പ്രകാശമില്ലാത്തവരെ, കണ്ണ് കാണാത്തവരെ, മറ്റുള്ളവർക്ക് കണ്ണ് കാണിക്കാൻ കഴിവില്ലാത്തവരെ അല്ല ഗുരുവായി വരിച്ചിരിക്കുന്നത്. സൂര്യനെ പോലെ എല്ലാവർക്കും കണ്ണ് കാണിക്കാൻ കഴിവുള്ള സ്വയം പ്രകാശവുമുള്ള അങ്ങയെയാണ് ഗുരുവായി വരിച്ചിരിക്കുന്നത്. അങ്ങയെ ഞങ്ങൾ ഗുരുവായി വരിച്ചിരിക്കുന്നു. ഇനിയും തുടരുന്നുണ്ട്. നമുക്ക് നാളെ വൈകിട്ട് തുടരാം ബാക്കി. ഏതായാലും 10 ശ്ലോകങ്ങൾ 11 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയാലും പിന്നെയും കുറേ സമയമെടുക്കും. നാളെ വൈകുന്നേരം സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഈ വിഷയമൊക്കെ നാളെ ഒന്നുകൂടെ റിവിഷൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ? അതിനാണ് ഇന്ന് പകുതിയിൽ നിർത്തിയത്. ഇന്ന് തന്നെ പൂർത്തീകരിച്ചാൽ നമ്മൾ നാളെ റിവൈസ് ചെയ്യില്ല. ഒന്നുകൂടെ ഒന്ന് ഓർമ്മിച്ചിട്ട് പോകാം. ഓ ഹരി ഓം. നാളെ വൈകുന്നേരമേ ഉള്ളൂ. നാളെ രാവിലെ ഒരു ആശ്രമത്തിൻ്റെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരത്ത് പങ്കെടുക്കാനുണ്ട്. അവിടെ ചിദാനന്ദപുരി സ്വാമിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു കുറച്ച് സന്യാസിമാരെ ക്ഷണിച്ചിട്ടുണ്ട്. യതിപൂജയും ഒക്കെ ഉണ്ട്. അപ്പോൾ പോകാതിരിക്കാനാവില്ല. വളരെ താല്പര്യപൂർവ്വം പല പ്രാവശ്യം വിളിച്ചിരിക്കുകയാണ്. സ്വാമിനി സത്യപ്രിയാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ ഒരു സ്വാമിനിയാണ് നമ്മുടെ ജ്ഞാനാനന്ദ സരസ്വതിയുടെ പരമ്പരയിൽ നിത്യാനന്ദ സ്വാമികളുടെ ശിഷ്യയായിട്ട് വന്നിട്ടുള്ളവരാണ്. നിത്യാനന്ദാശ്രമം. അപ്പം നാളെ അവിടെ പോണു രാവിലെ നേരത്തെ. ശ്രീകൃഷ്ണപുരത്തുകാരൊക്കെ ഉണ്ടെങ്കിൽ വരാം. ശ്രീകൃഷ്ണപുരം, മംഗലാംകുന്ന്, കടമ്പഴിപ്പുറം. ഇത് കടമ്പഴിപ്പുറത്താണ്. കടമ്പഴിപ്പുറം ആ ഭാഗം പരിസരങ്ങളിലുള്ളവർക്കൊക്കെ വരാം. അതെ, പാലക്കാട് കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം ഓൺ ദ വേ ടു ശ്രീകൃഷ്ണപുരം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. നാളെ വൈകുന്നേരം കാണാം. ഹരി ഓം.